ഓക്കെ, വി ക്യാൻ സ്റ്റാർട്ട്. സോ കഴിഞ്ഞ മൈക്രോ എക്കണോമിക്സിന്റെ ക്ലാസ്സുകൾ നമ്മൾ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നത് പ്രൊഡക്ഷൻ തിയറീസ് ആണ്. പ്രധാനപ്പെട്ട 4 to 5 പ്രൊഡക്ഷൻ തിയറീസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനു മുമ്പ് ബേസിക് മൈക്രോ എക്കണോമിക്സിന്റെ ഏരിയാസിലേക്ക് നമ്മൾ പോയി. ഇനി നമ്മൾ പോകാൻ പോകുന്നത് മൈക്രോ എക്കണോമിക്സിലെ മാർക്കറ്റിന്റെ ഏരിയാസിലേക്കാണ്. വിച്ച് മീൻസ് പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ, ഡിഫറെന്റ് മാർക്കറ്റ്, എസ്പെഷ്യലി പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, ഒളിഗോപോളി, മൊണോപ്പൊളി പോലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 4 to 5 മാർക്കറ്റുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ നോക്കുന്നത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാത്രമാണ്. ഓക്കെ, ഐ തിങ്ക് വി ക്യാൻ ഡയറക്ട്ലി ഗോ ടു ദ ക്ലാസ്. നമ്മൾ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് മൈക്രോ എക്കണോമിക്സിന്റെ കേസിലും മാക്രോ എക്കണോമിക്സിന്റെ കേസിലും രണ്ട് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്നാൽ പരസ്പരം കണക്ട് ആയിട്ടുള്ള രണ്ട് കോൺസെപ്റ്റുകളാണ് കിട്ടുക. നമ്മൾ ഇവിടെ നോക്കുന്നത് മൈക്രോ എക്കണോമിക്സിന്റെ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ ആണ്. അപ്പോൾ നമ്മൾ മൈക്രോ എക്കണോമിക്സിൽ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ എന്ന് പറയുമ്പോൾ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ആണ്. ഓരോ ഇൻഡിവിജ്വൽ മാർക്കറ്റിലെയും ഫേംസിന്റെയും ഇൻഡസ്ട്രിയുടെയും സപ്ലൈ കർവും ഡിമാൻഡ് കർവും ഇന്റർസെക്ട് ചെയ്തിട്ട് എത്രയാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എത്ര രൂപക്കാണ് ആ പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സ് ആൻഡ് സർവീസസ് വിൽക്കേണ്ടത്, അതെങ്ങനെയാണ് അവർ ഡിറ്റർമിൻ ചെയ്യുക, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ഫിക്സ് ചെയ്യുക? ബേസ്ഡ് ഓൺ കോമ്പറ്റീഷൻ, കോസ്റ്റ്, കൺസ്യൂമർ ഡിമാൻഡ് ഒക്കെ ബേസ് ചെയ്തിട്ടാണ് അല്ലേ. അപ്പൊ ഇതാണ് നമ്മൾ മൈക്രോ എക്കണോമിക്സിൽ നോക്കാൻ പോകുന്നത്. പ്രൈസും ഒരു പ്രൊഡക്റ്റിന്റെ അല്ലെങ്കിൽ ഒരു സർവീസിന്റെ പ്രൈസും ഔട്ട്പുട്ടും എങ്ങനെയാണ് ഡിഫറെന്റ് മാർക്കറ്റുകളിൽ ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, മാർക്കറ്റ് ചേഞ്ച് ആവുന്ന സമയത്ത് അതിൽ ഈ പറയുന്ന കോമ്പറ്റീഷനിൽ ചേഞ്ച് വരുന്നുണ്ട്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അല്ല മൊണോപ്പൊളിയിൽ ഉണ്ടാവും അല്ലേ. മൊണോപ്പൊളിയിലെ കോമ്പറ്റീഷൻ അല്ല മൊണോപ്സണിയിലുള്ളത്, അല്ലെങ്കിൽ മൊണോപ്സണിയുടെ കോമ്പറ്റീഷനിൽ ഒളിഗോപ്പൊളിയിലുള്ളത്. അപ്പോൾ കാർട്ടൽസ് പോലുള്ള കുറേ കേസസ് നമുക്ക് കോമ്പറ്റീഷനിൽ വരുന്നുണ്ട്. കോസ്റ്റിൽ ചേഞ്ച് വരുന്നുണ്ട്, കൺസ്യൂമർ ഡിമാൻഡിൽ ചേഞ്ച് വരുന്നുണ്ട്, ആൾട്ടർനേറ്റീവ് ഓപ്ഷൻസിൽ ചേഞ്ച് വരുന്നുണ്ട്. നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കൊമോഡിറ്റീസിലും ഗുഡ്സ് ആൻഡ് സർവീസസിലും ഒക്കെ ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പൊ ഇതിലൊക്കെ വരുന്ന ചേഞ്ചസ് എങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള മാർക്കറ്റുകളിൽ ഔട്ട്പുട്ടും പ്രൈസും ഡിറ്റർമിൻ ചെയ്യാൻ പോകുന്നത്, ഇതാണ് നമ്മൾ മൈക്രോ എക്കണോമിക്സിൽ നോക്കാൻ പോകുന്നത്. ഇനി മാക്രോ എക്കണോമിക്സിലാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഫർസാന മാം ക്ലാസ് എടുത്തിട്ടുണ്ടാവും. എങ്ങനെയാണ് ഔട്ട്പുട്ട് ഡിറ്റർമിൻ ചെയ്യുന്നത്, എംപ്ലോയ്മെന്റ് ഡിറ്റർമിൻ ചെയ്യുന്നത്, പ്രൈസ് ലെവൽ ഡിറ്റർമിൻ ചെയ്യുന്നത്. നമുക്ക് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അഗ്രിഗേറ്റ് സപ്ലൈയും ഡിമാൻഡിലെ കെയ്ൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു കോൺസെപ്റ്റ് ആണ് ത്രൂ ദിസ് എഫക്റ്റീവ് ഡിമാൻഡും അതുപോലെ തന്നെ ഹർഷാന, പ്ലീസ് മ്യൂട്ട് യുവർ മൈക്ക്. ഓക്കെ, സോ ത്രൂ ദിസ് എഫക്റ്റീവ് ഡിമാൻഡ് അല്ലെങ്കിൽ അഗ്രിഗേറ്റ് ലെവൽ കോൺസെപ്റ്റുകൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ നമ്മൾ ഒരു ഹോൾ ഇക്കോണമിയിൽ നടത്തും. ഇതാണ് നമ്മൾ മാക്രോ എക്കണോമിക്സിൽ പഠിക്കുന്നത്. നമുക്ക് ആ ഒരു ഏരിയ ഇമ്പോർട്ടൻ്റ് അല്ല, കാരണം ഇറ്റ് ഈസ് യു വിൽ സ്റ്റഡി ഇൻ ദ ഏരിയ ഓഫ് മാക്രോ എക്കണോമിക്സ്. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് മൈക്രോ എക്കണോമിക്സിലാണ്. സോ മൈക്രോ എക്കണോമിക്സിൽ ഇൻകം ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ ഈസ് ഫോക്കസസ് ഓൺ understanding how individual markets, firms, and household interact to determine the level of production, which means output and income distribution within the specific market or sectors. ഒരു മാർക്കറ്റിൽ നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞൊരു മാർക്കറ്റ് സ്ട്രക്ചർ എടുക്കുകയാണ്. അപ്പോൾ ആ മാർക്കറ്റിൽ എങ്ങനെയാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പെർഫെക്റ്റ് കോമ്പറ്റീഷൻ കുറേ ഫീച്ചേഴ്സ് ഉണ്ട് അല്ലേ. നമ്മൾ പഠിച്ച ഹോമോജനിയസ് പ്രൊഡക്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഉണ്ടാവും, ഫ്രീ എൻട്രി എക്സിറ്റ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഒരുമിച്ച് കൂടിയിട്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിന്റെ ഇൻകത്തെ എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് എത്രയാണ് ഉണ്ടാവുക. നമ്മൾ ഗ്രാഫിക്കൽ അതിനെ QP എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ അതിനെ ജസ്റ്റ് ഒന്നാണ് ഈ ക്ലാസ്സിൽ ഒന്ന് അനലൈസ് ചെയ്യാൻ പോവാണ് ബേസിക്കലി ചെയ്യുന്നത്. സോ ഫസ്റ്റ് നമുക്ക് പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ ഫീച്ചേഴ്സിൽ എന്താണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, ജസ്റ്റ് ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? വാട്ട് ഈസ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്നുള്ളത്? What is perfect competition in your own word? You can use your mic, or either you can put in chat box. എല്ലാ കസ്റ്റമേഴ്സിനും വേറൊരു ഷോപ്പ് കീപ്പറെ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാരും സെയിം ഇതേക്കും തരാം. ഓക്കെ, അത് പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ ഒരു ഫീച്ചറാണ്. ഓക്കെ, ഇറ്റ്സ് വൺ ഫീച്ചർ. ബട്ട് പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ ഡെഫിനേഷൻ നമുക്ക് എങ്ങനെ പറയാൻ പറ്റുക? നഈമ പറഞ്ഞിട്ടില്ലേ, ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. ഓക്കെ, നിങ്ങൾ ഈ പറയുന്നൊക്കെ ആക്ച്വലി അതിന്റെ ഫീച്ചേഴ്സ് ആണ്.
അത് നമുക്കൊരു ഡെഫിനിഷൻ ആയിട്ട് എങ്ങനെ ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക? ആ പേര് തന്നെയുണ്ട്, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഉണ്ടാവും അല്ലേ? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. കോമ്പറ്റീഷൻ ഈസ് എ തിയററ്റിക്കൽ മാർക്കറ്റ്. തിയററ്റിക്കൽ എന്ന് പറയാനുള്ള കാരണം എന്താണ്? റിയൽ വേൾഡിൽ നമുക്ക് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ പൊതുവെ വിസിബിൾ അല്ല, നമുക്കത് കാണാൻ പറ്റില്ല. ഇറ്റ്സ് വെരി റയർ ഓർ നമുക്കൊരു അൺഫൗണ്ട് സാധനമാണ് റിയൽ വേൾഡിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. പക്ഷെ സ്റ്റിൽ നമ്മൾ എന്തിനാ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ പഠിക്കുന്നത് റിയൽ വേൾഡിൽ ഇല്ലെങ്കിൽ? നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ പഠിച്ചാൽ മാത്രമേ ഒന്നുകൂടെ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള മൊണോപ്പൊളിയിലേക്കോ അല്ലെങ്കിൽ മൊണോപ്സോണിലേക്കോ ഒളിഗോപോളിയിലേക്കൊക്കെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ പഠിക്കുന്നത്. ഇറ്റ്സ് എ തിയററ്റിക്കൽ മാർക്കറ്റ് സ്ട്രക്ചർ ആണ്, വേർ ന്യൂമറസ് ബയേഴ്സ് ആൻഡ് ന്യൂമറസ് സെല്ലേഴ്സ്, അതായത് ലാർജ് നമ്പർ ഓഫ് ബയേഴ്സും ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സും ഉണ്ടാവും. ആൻഡ് നോ സിംഗിൾ പാർട്ടിസിപ്പന്റ്, ഇവിടുത്തെ പാർട്ടിസിപ്പന്റ് ആരാണ്? ബയർ ഓർ സെല്ലർ. നോ സിംഗിൾ ബയർ ഓർ സെല്ലർ ഹാസ് ദ പവർ ടു ഇൻഫ്ലുവൻസ് ദ പ്രൈസസ്. അതായത് ഒരുപാട് ബയറും ഉണ്ടാവും, ഒരുപാട് സെല്ലേഴ്സും ഉണ്ടാവും. പക്ഷെ ഇതിൽ ഒരു സെല്ലർക്കോ ഒരു ബയറിനോ, ഒരു വിൽക്കുന്ന ഒരു പ്രൊഡ്യൂസർക്കോ ഒരു ഷോപ്പിനോ അല്ലെങ്കിൽ ഒരു കൺസ്യൂമറിനോ ഈ പ്രൈസിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. അത് മാർക്കറ്റ് ഫിക്സ് ചെയ്യുന്ന ഒരു പ്രൈസ് ആണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു തിയററ്റിക്കൽ മാർക്കറ്റിനെയാണ് നമ്മൾ എന്ത് പറയാ? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയാം. ഇനി നിങ്ങൾ പറഞ്ഞ പോലെ ഇവിടെ ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ ഇവിടെ ഹോമോജിനിയസ് പ്രൊഡക്റ്റ് ആയിരിക്കും, ഇങ്ങനെ കുറെ ഫീച്ചേഴ്സ് ഉണ്ടാവും. റിയൽ വേൾഡിൽ നമുക്ക് ഈ ഒരു ക്രൈറ്റീരിയ പൊതുവെ കാണാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഈ ഒരു മാർക്കറ്റ് പഠിച്ചാൽ മാത്രമേ, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അടുത്ത സ്ട്രക്ചറിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഇനി നിങ്ങൾ പറഞ്ഞ ഏരിയയാണ് വിച്ച് മീൻസ് ഫീച്ചേഴ്സ്. ഫസ്റ്റ് ഫീച്ചർ ആണെന്ത്? ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. ഈമ പറഞ്ഞ ഡെഫിനിഷൻ എന്തായിരുന്നു അല്ലേ? സോ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് മീൻസ് ഈ ഒരു മാർക്കറ്റിൽ വി ക്യാൻ ഒബ്സർവ് സോ മെനി പാർട്ടിസിപ്പൻസ്. ഒരു മാർക്കറ്റിലെ പാർട്ടിസിപ്പൻസ് ആരാണ്? നമുക്ക് ഒരുപാട് പാർട്ടിസിപ്പൻസ് ഉണ്ടാവും, പക്ഷെ പ്രധാനമായിട്ടും ബയറും സെല്ലറുമാണ് നമ്മൾ മാർക്കറ്റിലെ പ്രധാനപ്പെട്ട രണ്ട് പാർട്ടിസിപ്പൻസ്. അപ്പോൾ ഒരുപാട് ബയറും ഒരുപാട് സെല്ലറും ഉള്ള ഒരു മാർക്കറ്റാണ് അത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. പക്ഷെ ഇവിടുത്തെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ബയർ അല്ലെങ്കിൽ ഒരു സിംഗിൾ കൺസ്യൂമർ അല്ലെങ്കിൽ ഒരു സിംഗിൾ സെല്ലർ അല്ലെങ്കിൽ ഒരു സിംഗിൾ പ്രൊഡ്യൂസർ, ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരിക്കലും ഇവിടുത്തെ പ്രൈസിനെയോ ഔട്ട്പുട്ടിനെയോ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇവർക്ക് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. മാർക്കറ്റ് ഓൾറെഡി ഫിക്സ് ചെയ്തൊരു പ്രൈസ് ഉണ്ടാവും. ഈ പ്രൈസ് ടേക്ക് ചെയ്യാൻ മാത്രമേ ഇവിടത്തെ സെല്ലർക്ക് പറ്റുള്ളൂ. അതായത് ഇവിടെ എന്താണ്? പ്രൈസ് ടേക്കിംഗ് ഫേമുകളാണ് ഉണ്ടാവുക. മാർക്കറ്റ് എന്താണോ ഫിക്സ് ചെയ്തത് അത് ഏറ്റെടുക്കുക, അല്ലെങ്കിൽ അതിനനുസരിച്ച് പ്രൊഡക്റ്റുകൾ വിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ ഫേംസിനുള്ള പ്രധാനപ്പെട്ട ഒരു ജോബ്. സെക്കൻഡ് വൺ ആണ് ഹോമോജീനിയസ് പ്രൊഡക്റ്റ്. അതായത് ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും ബ്രാൻഡിങ്ങിലും ഫീച്ചേഴ്സിലും ഒക്കെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ അൺഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളെയാണ് നമ്മൾ ഹോമോജീനിയസ് പ്രൊഡക്റ്റ് എന്ന് പറയുക. ഒരുപോലെയുള്ള പ്രൊഡക്റ്റ്. അതായത് ഇപ്പോൾ ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു മൊബൈൽ മാർക്കറ്റ് ആണെങ്കിൽ നമുക്ക് അവിടെ എന്തുണ്ടാവുള്ളൂ? ഐഫോൺ മാത്രമേ അവൈലബിൾ ആവുള്ളൂ. സെയിം ബ്രാൻഡ് സെയിം ഫീച്ചർ, അതായത് ഐഫോൺ 14 പ്രോ മാത്രമുള്ള ഒരു മാർക്കറ്റ് ഉണ്ടെങ്കിൽ അതിന് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ബാക്കിയുള്ള ക്രൈറ്റീരിയാസ് കൂടി മീറ്റ് ചെയ്യണം കേട്ടോ. പെർഫെക്റ്റ് നോളജും ഫ്രീ എൻട്രി എക്സിറ്റ് ഒക്കെ മീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് പറയാൻ പറ്റും. We have plenty of brands and we have plenty of models with plenty of features. ഒരൊറ്റ മൊബൈൽ ബ്രാൻഡിനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോ സെഗ്മെന്റ് ഫോൺ ഉണ്ട്, ഹൈ സെഗ്മെന്റ് ഫോൺ ഉണ്ട്. അപ്പോൾ ഒരുപാട് ബ്രാൻഡുകൾ ഉള്ള ബ്രാൻഡിന് ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഫോണുകൾ, വ്യത്യസ്തമായ മോഡലുകളൊക്കെയാണ് നമുക്ക് റിയൽ വേൾഡിൽ കാണാൻ പറ്റുക. സോ ഹോമോജിനിയസ് പ്രൊഡക്റ്റ് നമ്മുടെ റിയൽ വേൾഡിൽ ഉണ്ടാവില്ല. അതുപോലെ തന്നെ പെർഫെക്റ്റ് നോളജ് ഉണ്ട്. അതായത് കംപ്ലീറ്റ് ഇൻഫോർമേഷൻ അബൌട്ട് പ്രൈസസ്, പ്രൊഡക്റ്റ് ക്വാളിറ്റി, മാർക്കറ്റ് കണ്ടീഷൻ. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഉണ്ടാവും. പ്രൈസിനെ പറ്റിയിട്ടുള്ള പെർഫെക്റ്റ് നോളജ്, പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയെ പറ്റിയിട്ടുള്ള പെർഫെക്റ്റ് നോളജ്, മാർക്കറ്റ് കണ്ടീഷനെ പറ്റിയിട്ടുള്ള പെർഫെക്റ്റ് നോളജ്. സോ പെർഫെക്റ്റ് നോളജ് ഉണ്ടെങ്കിൽ അവിടെ ഒരു കാര്യം ഉണ്ടാവില്ല. അതെന്താണ്? ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? നമുക്കൊക്കെ എല്ലാ പ്രൊഡക്റ്റിനെ പറ്റി, നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടും നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള നോളജ് ഉണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും ഇല്ലാതാവുന്ന ഒരു സംഭവം? Can രാഷണൽ anyone guess? ചോയ്സസ് ഉണ്ടോ? No, rational choices is another case. അതല്ലാണ്ട്, കാരണം ഇവിടെ ചോയ്സസിന്റെ ആവശ്യം വരുന്നില്ലല്ലോ. ഫെബിനയല്ലേ അത് പറഞ്ഞത്? ഇവിടെ ഹോമോജീനിയസ് പ്രൊഡക്റ്റ് അല്ലേ? നിങ്ങൾ ഇപ്പോൾ PSMO കോളേജിന് മുമ്പിൽ ഒരു 5 ഷോപ്പ് ഉണ്ടെങ്കിൽ 5 ഷോപ്പിലും ഹോമോജീനിയസ് പ്രൊഡക്റ്റ് ആണ്, സെയിം പ്രൊഡക്റ്റ് ആണ് കൊടുക്കുന്നത്. ഒരു ടൈഗർ ബിസ്ക്കറ്റ്, ടേക്ക് എൻ എക്സാമ്പിൾ, ടൈഗർ ബിസ്ക്കറ്റ്. അപ്പൊ ടൈഗർ ബിസ്ക്കറ്റ് മാത്രമേ നിങ്ങളുടെ മുമ്പിൽ, നിങ്ങളുടെ കോളേജിന്റെ മുമ്പിൽ 5 ഷോപ്പിലും അവൈലബിൾ ഉള്ളൂ. അപ്പൊ നിങ്ങൾ റാഷണലി ചൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ?
കാരണം എവിടെ നിന്ന് നിങ്ങൾ ചൂസ് ചെയ്താലും നിങ്ങൾ അവിടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ബിസ്ക്കറ്റ് ആണെങ്കിലും ഒരു നോർമൽ ഒരു പെട്ടിക്കടയിൽ നിന്ന് വാങ്ങുന്ന ബിസ്ക്കറ്റ് ആണെങ്കിലും ദേ ആർ ഹോമോജിനിയസ് പ്രൊഡക്റ്റ്, ഈ ഒരു അസംഷൻ പ്രകാരം. സോ റേഷണൽ ചോയ്സ് എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ വരുന്നില്ലല്ലോ. അതർ ദാൻ ദാറ്റ് നമുക്ക് പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് പെർഫെക്റ്റ് നോളജ് ഉണ്ടെങ്കിൽ അവിടെ ഇല്ലാതാവുന്ന ഒരു സംഭവമാണ് അഡ്വർടൈസ്മെന്റ്. നമ്മൾ അഡ്വർടൈസ് നമ്മൾ ടേക്ക് എൻ എക്സാമ്പിൾ, ഒരു ബിസിനസിന്റെ കേസിൽ ആലോചിച്ച് നോക്കും. ഒരു ബിസിനസ് അല്ലെങ്കിൽ സെല്ലർ എന്തിനാണ് അഡ്വർടൈസ് ചെയ്യുന്നത്? ആ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് അതിന്റെ കൺസ്യൂമേഴ്സിനെ, ഉപഭോക്താക്കളെ അറിയിക്കാൻ വേണ്ടി. നമുക്ക് അറിയാം സർഫ് എക്സൽ ഈസ് എ ഗുഡ് ബ്രാൻഡ് എന്ന്. നമുക്ക് ഡിറ്റർജന്റ് കേസ് നമുക്ക് അറിയുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ അഡ്വർടൈസ്മെന്റ് കാണുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഗോൾഗേറ്റ് ഈസ് എ ടൂത്ത് പേസ്റ്റ് ബ്രാൻഡ് എന്ന് നമുക്ക് അറിയുന്നത്, അല്ലെങ്കിൽ ലെക്സ് ഈസ് എ സോപ്പ് ബ്രാൻഡ് എന്ന് അറിയുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ അതിന്റെ അഡ്വർടൈസ്മെന്റ് കാണുന്നതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് കൺസ്യൂമേഴ്സിനൊക്കെ പെർഫെക്റ്റ് നോളജ് ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല? അഡ്വർടൈസ്മെന്റ് ഉണ്ടാവില്ല. അഡ്വർടൈസ്മെന്റിന്റെ ആവശ്യം വരുന്നത് തന്നെ പെർഫെക്റ്റ് നോളജ് കൺസ്യൂമേഴ്സിന് ഇല്ലാതിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഞാൻ ജസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂ അത് ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രെയിൻ സ്റ്റോം ചെയ്യാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. ഇനിയുള്ള ഒരു ഫീച്ചറാണ് എന്ത്? പ്രീ എൻട്രി ആൻഡ് എക്സിറ്റ്. അതായത് അവിടെ എന്തില്ല? ബാരിയർ ഇല്ല. ആർക്ക് വേണമെങ്കിലും എപ്പോഴും കടന്നു വരാൻ പറ്റും. ഏത് ഫേമിന് വേണമെങ്കിലും ആ മാർക്കറ്റിൽ പുതിയ ഫേം സ്റ്റാർട്ട് ചെയ്യാം. ഏത് ഫേമിന് എപ്പോൾ വേണമെങ്കിലും മാർക്കറ്റിൽ നിന്ന് എന്ത് ചെയ്യാം? പുറത്തും പോകാം. ഇതിന്റെ ഒരു ഇംപ്ലിക്കേഷൻ എന്തായിരിക്കും? ഫ്രീ എൻട്രി ആൻഡ് ഫ്രീ എക്സിറ്റ് ഉണ്ടെങ്കിൽ ആ മാർക്കറ്റിൽ നല്ല പ്രോഫിറ്റ് ഉണ്ടാവോ, അല്ലെങ്കിൽ ഒരു നോർമൽ പ്രോഫിറ്റ് ആയിരിക്കോ ഉണ്ടാവുക? ക്യാൻ എനിവൺ ഗെസ്? ഫ്രീ എൻട്രി ആൻഡ് ഫ്രീ എക്സിറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു മാർക്കറ്റിൽ നല്ല പ്രോഫിറ്റ് ഉണ്ടാവോ, നോർമൽ പ്രോഫിറ്റ് ആയിരിക്കോ, ലോസ് ആയിരിക്കോ? എനിവൺ? ഓക്കെ, നിങ്ങൾ അബദ്ധാവോന്ന് കരുതിയിട്ട് പറയാതിരിക്കരുത് കേട്ടോ, അതൊരു ബാഡ് ഹാബിറ്റ് ആണ്. ഓക്കെ, സോ ഫ്രീ എൻട്രി ആൻഡ് ഫ്രീ എക്സിറ്റ് ഉണ്ടെങ്കിൽ ആ മാർക്കറ്റിൽ എപ്പോഴും ഇല്ല, രണ്ടിനും ചാൻസ് ഇല്ല. കാരണം എന്താ അറിയോ? ഫ്രീ എൻട്രിയും ഫ്രീ എക്സിറ്റും അല്ലേ ഒരു മാർക്കറ്റിൽ? രണ്ടല്ല, മൂന്നെണ്ണം എടുത്തോളൂ. നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പോകും. അതിന് മുന്നേ ജസ്റ്റ് ഒന്നും കൂടി ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാണ്. 3 ഓപ്ഷനാണ് നമുക്കുള്ളത്. ഒന്നെങ്കിൽ ലോസ്, അല്ലെങ്കിൽ നോർമൽ പ്രോഫിറ്റ്, അല്ലെങ്കിൽ ഹയർ പ്രോഫിറ്റ്, വിച്ച് മീൻസ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. ഫ്രീ എൻട്രി ഉണ്ട്, ഫ്രീ എക്സിറ്റും ഉണ്ട്. സോ ലോസ് ആണെങ്കിൽ ഒരു ഫേം എന്താ ചെയ്യുക? നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അത് ലോസ് ആണ്, നമ്മൾ എക്സിറ്റ് ചെയ്യൂലേ? ഫ്രീ എക്സിറ്റ് ഉണ്ട്. സോ ആ ബിസിനസ് എന്ത് ചെയ്യും? ലോസ് ഉണ്ടാവുന്ന സമയത്ത് അത് എക്സിറ്റ് ആയി പോകും. ഇനി സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ആണ്, നല്ല ലാഭം ഉണ്ടാക്കുന്നുണ്ട്, അപ്പൊ ആ ഫേം എക്സിറ്റ് ആവില്ല. പക്ഷേ പുറമേ നിന്ന് പുതിയ ഫേംസ് എന്ത് ചെയ്യും? ഫ്രീ എൻട്രി ഉണ്ട്, നല്ല ലാഭം ഒരു മാർക്കറ്റിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? പുറമെ നിന്ന് പുതിയ ഫേംസ് എൻട്രി ചെയ്യും. പുതിയ ഫേംസ് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾക്ക് കിട്ടുന്ന കച്ചവടം ഐഡന്റിക്കൽ പ്രൊഡക്റ്റ് ആണ്, ഹോമോജിനിയസ് പ്രൊഡക്റ്റ് ആണ്. പിന്നെ നമ്മുടെ കടയിൽ നിന്ന് തന്നെ സാധനം വാങ്ങിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ ആളുകൾ എന്ത് ചെയ്യും? മറ്റു പുതുതായിട്ട് ജോയിൻ ചെയ്ത കടകളിലേക്ക് പോകും, പ്രോഫിറ്റ് പോകും, നോർമൽ പ്രോഫിറ്റിലെത്തും. അപ്പോ ഷോർട്ട് റണ്ണിൽ മേ ബി നമുക്ക് എന്തുണ്ടാവാം? സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എവിഡന്റ് ആയിരിക്കാം, നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അത് കുറച്ച് സമയത്തേക്ക് ഉണ്ടാവുള്ളൂ. അത് ഒരു മാർക്കറ്റിൽ ഒരു ഫേം നല്ല ലാഭം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, ഫ്രീ എൻട്രി ഉള്ളത് കൊണ്ട് പുതിയ ഫേംസ് എന്ത് ചെയ്യും? മാർക്കറ്റിലേക്ക് വരും. അയാളുടെ ആ ഫേമിന്റെ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് പോകും. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. അപ്പൊ ലോങ് റണ്ണിൽ എപ്പോഴും പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ എന്തേ ഉണ്ടാവുള്ളൂ? നോർമൽ പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ. ദർ ഈസ് നോ ലോസ്. ലോസ് ഉണ്ടാവാതിരിക്കാനുള്ള കാരണം എന്താ? ലോസ് ഉണ്ടെങ്കിൽ ഫേമുകൾ എക്സിറ്റ് ആയി പോകും. സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഇല്ലാതിരിക്കാനുള്ള കാരണം എന്താ? നല്ല പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ആ പുതിയ പുതിയ ഫേമുകൾ മാർക്കറ്റിലേക്ക് വരും. ആ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഫേമിന്റെ പ്രോഫിറ്റ് എന്ത് ചെയ്യും? അത് പോയിട്ട് നോർമൽ പ്രോഫിറ്റിലേക്ക് പോകും. ക്ലിയർ ആണോ ശിവ? പറഞ്ഞത് ഓക്കെയാണ്. ഷോർട്ട് റണ്ണിൽ എന്തിനും ചാൻസ് ഉണ്ട്, പക്ഷെ ലോങ് റണ്ണിൽ നമുക്ക് എന്തില്ല? രണ്ടിനും ചാൻസ് ഇല്ല, മൂന്നിനും ചാൻസ് ഇല്ല, ജസ്റ്റ് നോർമൽ പ്രോഫിറ്റിന് മാത്രമേ ചാൻസ് ഉള്ളൂ. ഇനി അടുത്തൊരു ഫീച്ചറാണ് എന്ത്? അടുത്തൊരു ഫീച്ചറാണ് പ്രൈസ് ടേക്കർ. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഫേംസ് എന്താണ്? ദേ ആർ പ്രൈസ് ടേക്കേഴ്സ് ആണ്. അതായത് അവർ പ്രൈസ് ഫിക്സ് ചെയ്യുന്നില്ല. അതായത് ഫേംസും പ്രൈസ് ടേക്കർ ആണ്, കൺസ്യൂമേഴ്സും പ്രൈസ് ടേക്കർ ആണ്. അവർക്ക് പ്രൈസിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. മാർക്കറ്റിന്റെ ഡിമാൻഡും സപ്ലൈയും ഡിറ്റർമിൻ ചെയ്യുന്നതാണ് പ്രൈസ് ഇവിടെ ഉണ്ടാവുക. പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ ഡിമാൻഡ് കർവിന്റെ പ്രത്യേകത എന്താണ്? അതൊരു സ്ട്രൈറ്റ് ലൈൻ ആണ്, പെർഫെക്റ്റ് ഇലാസ്റ്റിക് സ്ട്രൈറ്റ് ലൈൻ ആണ്. അതായത് ഒരു ഹൊറിസോണ്ടലി എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് പോകുന്ന
ഒരു സ്ട്രൈറ്റ് ലൈനാണ് നമുക്ക് ഡിമാൻഡ് കർവ് ഉണ്ടാവുക. ഇനി സപ്ലൈ കർവ് ആണെങ്കിലോ അത് അപ്വേർഡ് സ്ലോപ്പിംഗ്. നമ്മൾ നോർമലി സപ്ലൈ കർവ് വരയ്ക്കുന്ന പോലെ ചെറിയൊരു ബെൻഡിങ് ഉണ്ടാവും, ബാക്ക്വേർഡ്ക്ക് ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്യും. അതിന്റെ കാരണം അത് MC മാർജിനൽ കോസ്റ്റ് കർവ് ആണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകട്ടോ. ഞാൻ ജസ്റ്റ് ഇതിനൊരു എക്സ്പ്ലനേഷൻ തരുന്നു ഇപ്പൊ തന്നെ എന്നുള്ളൂ. പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ കേസിൽ ഡിമാൻഡ് കർവ് സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും, സപ്ലൈ കർവ് ഇവിടുത്തെ MC കർവ് ആണ്, മാർജിനൽ കോസ്റ്റ് കർവ് ആണ്. അതുപോലെ തന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ ആണ് എന്ത്, പെർഫെക്റ്റ് മൊബിലിറ്റി ഓഫ് റിസോഴ്സസ്, വിച്ച് മീൻസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ലേബർ ആവട്ടെ, ക്യാപിറ്റൽ ആവട്ടെ, ലാൻഡ് ആവട്ടെ, എന്റർപ്രണർഷിപ്പ് ആവട്ടെ, ഇതൊക്കെ എന്തുണ്ട്, ദേ ക്യാൻ ഫ്രീലി മൂവ് ഫ്രം വൺ മാർക്കറ്റ് ടു അനദർ മാർക്കറ്റ്. ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് തന്നെ നമുക്ക് എഫിഷ്യന്റ് ആയിട്ട് അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ മാർക്കറ്റിലുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഫിഷ്യന്റ് ആയിട്ട് അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ദർ ഈസ് നോ ഗവൺമെന്റ് ഇന്റർവെൻഷൻ. മാർക്കറ്റ് ഓപ്പറേറ്റ് വിത്തൗട്ട് എനി എക്സ്റ്റേണൽ ഇന്റർഫറൻസസ്. അതായത് അത് സെൽഫ് റെഗുലേറ്റിംഗ് ആയിരിക്കും. അതിൽ ടാക്സസ് ഉണ്ടാവില്ല, സബ്സിഡീസ് ഉണ്ടാവില്ല, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവില്ല, and there is no import quota, excise duty or anything. Completely free from intervention, government intervention or external intervention. I hope it's clear. Any doubt in features of your perfect competition? Naima, Febina, No, sir. Harshana, any doubt on features? Okay, so we can move to the next part, which is supply and demand curve of a perfect competition or a perfectly competitive market. ഡിമാൻഡ് കർവ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള, ഓക്കെ താങ്ക് യു ഹർഷാന. സോ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ഹൊറിസോണ്ടൽ കർവ് ആണ് നമുക്ക് ഡിമാൻഡ് കർവ് ഉണ്ടാവുക. അതായത് നമ്മുടെ ഡിമാൻഡ് കർവ് എന്താണ്, ഒരു ഹൊറിസോണ്ടൽ കർവ് ആണ്. അവിടെ തന്നെയാണ് ഉണ്ടാവുക. ആ ഹൊറിസോണ്ടൽ കർവ് ആണ് മാർജിനൽ റവന്യൂ കർവും അതുപോലെ തന്നെ ആവറേജ് റവന്യൂ കർവും ഒക്കെ സെയിം പ്രൈസ് ലൈൻ ആയിരിക്കും. പെർഫെക്റ്റ്ലി കോമ്പറ്റിറ്റീവ് മാർക്കറ്റിൽ ഫേം ഫേസസ് എ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് കർവ്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് കർവിന്റെ ഷേപ്പ് എന്താണ്, ഒരു എക്സ് ആക്സിസിലൂടെ പോകുന്ന ഒരു, അല്ലെങ്കിൽ എക്സ് ആക്സിസിന് പാരലൽ ആയി പോകുന്ന ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ്. മീനിങ് ഇറ്റ് ക്യാൻ സെൽ എനി ക്വാണ്ടിറ്റി ഓഫ് ഇറ്റ്സ് പ്രൊഡക്റ്റ് അറ്റ് ദ പ്രിവൈലിംഗ് മാർക്കറ്റ് പ്രൈസ്. മാർക്കറ്റിൽ എന്താണോ പ്രൈസ് ഉള്ളത് അതിലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സാധനങ്ങൾ വിൽക്കാൻ പറ്റുള്ളൂ. നമുക്കായിട്ട് എന്ത് ചെയ്യാൻ പറ്റൂല, പ്രൈസിനെ അല്ലെങ്കിൽ മാർക്കറ്റിലുള്ള പ്രൈസിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞാൽ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ആണ്, പാരലൽ ടു എക്സ് ആക്സിസ് റിമൈൻ കോൺസ്റ്റന്റ് regardless the quantity supplied by the firm. ഓക്കെ, ഇനി സപ്ലൈ കർവിലാണോ, സബ് സൈഡിൽ ഫേമിൻ്റെത് കോസ്റ്റ് ആണ് കാര്യമായിട്ട് നമ്മുടെ സപ്ലൈയെ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു കാര്യം. അപ്പൊ ആവറേജ് ഫിക്സഡ് കോസ്റ്റ്, അപ്പൊ ഈ ഒരു നമുക്ക് പ്രധാനമായിട്ടും 4 കോസ്റ്റുകളാണ് ഉള്ളത്. ആവറേജ് ഫിക്സഡ് കോസ്റ്റ്, ആവറേജ് വേരിയബിൾ കോസ്റ്റ്, മാർജിനൽ കോസ്റ്റ്, ആവറേജ് ടോട്ടൽ കോസ്റ്റ്. ഇതാണ് നമ്മുടെ സപ്ലൈ സൈഡിൽ ഉണ്ടാവുന്ന കോസ്റ്റ് കർവുകൾ. അതിൽ നമ്മൾ ഫേമിന്റെ ഫേമിന്റെ സപ്ലൈ കർവായിട്ട് നമ്മൾ എടുക്കുന്നത് അപ്വേർഡ് സ്ലോപ്പിംഗ് പോർഷൻ ഓഫ് മാർജിനൽ കോസ്റ്റ് കർവ് ആണ്. അതായത് ആവറേജ് വേരിയബിൾ കോസ്റ്റ് കർവിന്റെ മുകളിലുള്ള നമ്മൾ മാർജിനൽ കോസ്റ്റ് കർവിന്റെ ഏരിയയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു സപ്ലൈ കർവായിട്ട് എടുക്കുന്നത്. നമ്മൾ അതിലേക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ പോകും. ജസ്റ്റ് ഇത്ര ആലോചിച്ചാൽ മതി. ഡിമാൻഡ് കർവ് എന്താണ്, സ്ട്രൈറ്റ് ലൈൻ ആണ്, എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള സ്ട്രൈറ്റ് ലൈൻ ആണ്. സപ്ലൈ കർവ് എന്താണ്, അത് MC കർവിന്റെ അപ്വേർഡ് പോർഷൻ ആണ്, കർവിന്റെ MC. അപ്പൊ ഇനി നമ്മൾ ഷോർട്ട് റൺ ഇക്വിലിബ്രിയത്തിലേക്ക് പോവാണ്. ഒരു കോമ്പറ്റിറ്റീവ് ഫേമിന്റെ ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ ഷോർട്ട് റൺ ഇക്വിലിബ്രിയത്തിലേക്ക് പോകുകയാണ്. ഇൻ ദ ഷോർട്ട് റൺ ദർ ആർ ഫോളോവിങ് അസംഷൻസ്. ഫസ്റ്റ് ആണെന്ത്, പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ് ഈസ് ഗിവൺ ആൻഡ് ദ ഫേം ക്യാൻ സെൽ എനി ക്വാണ്ടിറ്റി അറ്റ് ദാറ്റ് പ്രൈസ്. അതായത് നമ്മുടെ പ്രൈസ് എത്ര രൂപക്കാണ് സാധനം വിൽക്കേണ്ടത് എന്ന് മാർക്കറ്റ് ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ പ്രൈസിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ദ സൈസ് ഓഫ് ദ പ്ലാന്റ് ഓഫ് ദ ഫേം ഈസ് കോൺസ്റ്റന്റ്. നമുക്ക് നമ്മുടെ ഷോർട്ട് റണ്ണിൽ എന്ത് ചെയ്യാൻ പറ്റൂല, നമ്മുടെ പ്ലാന്റിന്റെ സൈസ്, നമ്മുടെ ഫേമിന്റെ സൈസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ദ ഫേം ഫേസസ് എ ഷോർട്ട് റൺ കോസ്റ്റ് കർവ്. നമുക്ക് എപ്പോഴും ഉണ്ടാവില്ല എന്താണ്, ഷോർട്ട് റൺ കോസ്റ്റ് കർവ് ആണ്. ലോങ് റൺ കോസ്റ്റ് കർവും ഷോർട്ട് റൺ കോസ്റ്റ് കർവും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു ഡിഫറൻറ്റ് എന്താണ്, അതിന്റെ ഷേപ്പിന്റെ കേസിൽ
ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ലോങ് റൺ കോസ്റ്റ് കർവും ഷോർട്ട് റൺ കോസ്റ്റ് കർവും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻറ്റ്, ഏറ്റവും പ്രധാനപ്പെട്ട ഡിഫറൻറ്റ് അതിന്റെ ഷേപ്പിലുണ്ട്. അതെന്താണ്? അല്ലെങ്കിൽ ലോങ് റൺ കോസ്റ്റ് കർവ് നമ്മൾ എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത്? നോ വൺ? എല്ലാ ചെറിയ ഷോർട്ട് റൺ കർവും ആവറേജ് എടുത്തിട്ട് യെസ്, എല്ലാ ഷോർട്ട് റൺ കർവും ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? ലോങ് റൺ കോസ്റ്റ് കർവ് ഉണ്ടാക്കുന്നത്. അത് ഓക്കെ. പക്ഷെ ലോങ് റൺ കോസ്റ്റ് കർവിന്റെ ഷേപ്പ് എന്താണ്? മക്കളെ, നിങ്ങളൊക്കെ 5th സെം കഴിഞ്ഞില്ലേ? നിങ്ങൾ ഫസ്റ്റ് സെമ്മിൽ പഠിക്കുന്ന കാര്യമല്ലേ കുട്ടികളെ ഇത്? ലോങ് റൺ കോസ്റ്റ് കർവിന്റെ ഷേപ്പ് എന്താണ്? യു ഷേപ്പാണ് ലോങ് റൺ കോസ്റ്റ് കർവിന്റെ ഷേപ്പ്. ഓക്കെ, നമുക്ക് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാലേ. ഓക്കെ, സോ യു ഷേപ്പാണ് എന്തിനുണ്ടാവുക? ഒരു ലോങ് റൺ കോസ്റ്റ് കർവിന് ഉണ്ടാവുക. നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. സോ നമുക്ക് പ്രധാനമായിട്ടും രണ്ട് കണ്ടീഷൻസ് ആണ്, നെസസറി കണ്ടീഷൻസ് ആണ് ഇക്വിലിബ്രിയം. ഷോർട്ട് റണ്ണിലാട്ടോ ഞാൻ പറയുന്നത്, രണ്ട് നെസസറി കണ്ടീഷൻസ് ആണ് നമുക്കുള്ളത്. നമ്മൾ കാണാതെ പഠിക്കേണ്ട, ഐ മീൻ ഏത് ഉറക്കത്തിൽ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ ഞെട്ടി എണീറ്റ് പറയേണ്ട ഒരു കാര്യമാണ് എന്ത്? എം സി ഈക്വൽ ടു എം ആർ, എം സി കട്ട് എം ആർ ഫ്രം ബിലോ എന്നുള്ളത്. അതൊരു നമ്മൾ എപ്പോഴും മനസ്സിൽ പതിയേണ്ട ഒരു സാധനമാണ്. കാരണം നിങ്ങൾ ഇനി പി ജിക്ക് പോയി കഴിഞ്ഞാലും നിങ്ങൾ പഠിക്കാനൊരു സാധനമാണ് എന്ത്? എം സി കട്ട് എം ആർ ഫ്രം ബിലോ ആൻഡ് എം സി ഈസ് ഈക്വൽ ടു എം ആർ. ഈ രണ്ട് കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഈ രണ്ട് പോയിന്റ് ആണ് നമ്മുടെ ഷോർട്ട് റണ്ണിൽ ഇക്വിലിബ്രിയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നെസസറി കണ്ടീഷൻസ്. ഒന്നെന്താണ്? എം സി ഈസ് ഈക്വൽ ടു എം ആർ ആവണം. നിങ്ങൾക്ക് ഗ്രാഫ് കാണുന്നില്ലേ? ഗ്രാഫ് വിസിബിൾ അല്ലേ? സോ നമ്മൾ പറഞ്ഞ കണ്ടീഷൻ എന്താണ്? ഒന്ന്, എം സി ഈസ് ഈക്വൽ ടു എം ആർ. എം ആർ കർവ് ആണ് എന്ത്? ഇവിടുത്തെ ഡിമാൻഡ് കർവ്, വിച്ച് മീൻസ് നമ്മൾ സിന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ പോകുന്ന ഒരു കർവ് ഇല്ലേ, എ ആർ ഇസ് ഈക്വൽ ടു എം ആർ എന്ന് എഴുതിയ ഹൊറിസോണ്ടൽ സ്ട്രൈറ്റ് ലൈൻ, അതാണെന്ത്? ഇവിടുത്തെ എ ആർ ആൻഡ് എം ആർ കർവ്. ഓക്കെ, ഇനി എം സി കർവ് ആണെങ്കിലോ ഇവിടെ ഒരു യു ഷേപ്പിൽ പോയിന്റ് ഡിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ കെ വഴി പോകുന്നതാണ് എം സി കർവ്. നിങ്ങൾ ആ കർവ് കാണുന്നുണ്ടല്ലോ അല്ലെ? എ ആർ കർവ് എന്ന് പറഞ്ഞാൽ സിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പോകുന്ന എക്സ് ആക്സിസിന് സ്ട്രൈറ്റ് ലൈൻ ആയിട്ടുള്ള കർവ് ആണ്. എം സി കർവ് എന്ന് പറഞ്ഞാലോ ഡിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കെ വഴി മുകളിലേക്ക് പോകുന്ന കർവ് ആണ്. ഓക്കെ, ഫസ്റ്റ് കണ്ടീഷൻ എന്താ പറഞ്ഞേ? എം സി ഈസ് ഈക്വൽ ടു എം ആർ അല്ലേ? ഇതിൽ എം സി എം ആറിന് ഈക്വൽ ആവുന്ന പോയിന്റ് ഏതാണ്? ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ ഗ്രാഫിൽ എം സി എം ആറിന് ഈക്വൽ ആവുന്ന പോയിന്റ്? എ ഡാഷും എയും. യെസ്, എയിലെ രണ്ടിലും എം സി ഈസ് ഈക്വൽ ടു എം ആർ ആവുന്നുണ്ട്. അപ്പൊ രണ്ട് ഇക്വിലിബ്രിയം പോയിന്റ് വേണ്ടേ? അതിനാണ് നമുക്ക് നെക്സ്റ്റ് കണ്ടീഷൻ. എം സി എന്ത് ചെയ്യണം? രണ്ടിലും എം സി എം ആറിനെ കട്ട് ചെയ്യുന്നുണ്ടല്ലേ? പക്ഷെ ഇക്വിലിബ്രിയം പോയിന്റിൽ എം സി കട്ട് ചെയ്യേണ്ടത് താഴെ നിന്നാണ്, മുകളിൽ നിന്നല്ല. എ സ്റ്റാറിൽ അല്ലെങ്കിൽ എ ഡാഷിൽ നമുക്ക് എന്തും പറയാം, അവിടെ നമുക്ക് എം സി കട്ട് ചെയ്തത് മുകളിൽ നിന്നാണ്. മുകളിൽ നിന്ന് വരുന്ന എം സി ആണ് കട്ട് ചെയ്ത് പോകുന്നത്. എന്നാൽ പോയിന്റ് എയിലോ താഴെ നിന്നാണ് എം സി കട്ട് ചെയ്ത് പോകുന്നത്, എം ആറിനെ കട്ട് ചെയ്ത് മുകളിലേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് എം സി കർവ് കട്ട്സ് ദ എം ആർ ഫ്രം ബിലോ എന്ന് പറയുന്ന പോയിന്റ് എയിലാണ് ഇപ്പൊ എന്തുള്ളത്? നമുക്കിവിടെ ഇക്വിലിബ്രിയം ഒബ്സർവ് ചെയ്യാൻ പറ്റുക. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. എന്തുകൊണ്ടാണ് എ സ്റ്റാർ നമുക്ക് പോയിന്റ് ആയി വരാഞ്ഞത്? ബിക്കോസ് എം സി ഇസ് ഈക്വൽ ടു എം ആർ ഈസ് ഓക്കെ, അത് ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ എം സി എം ആറിനെ താഴേന്ന് കട്ട് ചെയ്യണം, എം സി കർവ് കട്ട് എം ആർ കർവ് ഫ്രം ബിലോ എന്നുള്ള ഒരു ക്രൈറ്റീരിയ എന്ത് ചെയ്യുന്നില്ല? എ സ്റ്റാർ എന്ന് പറയുന്ന പോയിന്റ് മീറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇൻ അതർ വേർഡ്, the MC curve must intersect the MR curve from below, and after the intersection it lie above the MR curve. അവിടെ ആ ഇന്റർസെക്ഷന് ശേഷം, പോയിന്റ് എക്ക് ശേഷം രണ്ട് ഇന്റർസെക്ഷൻ ഉണ്ട് ഇവിടെ അല്ലെ? എ സ്റ്റാർ ഉണ്ട്, എ ഉണ്ട്. അപ്പോ ഈ ഇന്റർസെക്ഷന് ശേഷം എം സി കർവ് എന്ത് ചെയ്യണം? എം ആർ കർവിന്റെ മുകളിൽ എത്തണം. പോയിന്റ് എ സ്റ്റാറിലെ ഇന്റർസെക്ഷൻ കഴിഞ്ഞ ശേഷം എം സി കർവ് എവിടെയാ കിടക്കുന്നത്? എം ആറിന്റെയും എ ആറിന്റെയും താഴെയാണ്. എന്നാൽ എക്ക് ശേഷം എം സി കർവ് കിടക്കുന്നത് ഇറ്റ്സ് എബോ ദ എം ആർ കർവ്, അല്ലെങ്കിൽ എ ആർ കർവിന്റെ മുകളിലാണ്. അപ്പൊ അതാണ് നമ്മുടേത്. അതായത് ഇനി അഥവാ എം ആർ ഈസ് ഗ്രേറ്റർ ദാൻ എം സി ആണെങ്കിൽ, എം ആർ ഗ്രേറ്റർ ദാൻ എം സി ആണെങ്കിൽ, വിച്ച് മീൻസ്
ആഫ്റ്റർ എ സ്റ്റാറും ബിഫോർ എയും ആ പോയിന്റ് ഇപ്പൊ കെ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഏരിയ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ എ സ്റ്റാർ എ കെ ഈ ഒരു 3 ഏരിയ ഉണ്ടല്ലോ, നമ്മൾ ആ ഒരു ഏരിയ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് എ ആർ കർവിന്റെയും എം ആർ കർവിന്റെയും താഴെയുള്ള ഏരിയ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? എം ആർ ഈസ് ഗ്രേറ്റർ ദാൻ എം സി ആണ് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഔട്ട്പുട്ട് ആഡ്സ് മോർ റവന്യൂ ദെൻ കോസ്റ്റ്. നമ്മുടെ എ ആർ കർവ് അല്ലെങ്കിൽ എം ആർ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും ആൻഡ് ഇറ്റ് ഇൻക്രീസസ് ദ പ്രോഫിറ്റ്. ഫർദർ അത് എം സി ഈസ് ഈക്വൽ ടു എം ആർ എന്ന് പറയുന്ന എ എന്ന് പറയുന്ന പോയിന്റിൽ എത്തുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം? ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്ത് നമ്മുടെ എം സി കോസ്റ്റും ഇൻക്രീസ് ചെയ്യും, എ ആർ അവിടെ ഫിക്സ്ഡ് ആയിരിക്കും. അപ്പൊ നമുക്ക് ആ ഒരു പോയിന്റ് വരെയാണ് നമുക്ക് മാക്സിമം എത്താൻ പറ്റുന്ന ഇവിടത്തെ പ്രോഫിറ്റ്. അതുകൊണ്ടാണ് നമ്മൾ 2 കണ്ടീഷൻ പറയുന്നത്, എം സി ഈസ് ഈക്വൽ ടു എം ആർ ആൻഡ് എം സി കർവ് കട്ട് എം ആർ ഫ്രം ബിലോ എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഇനി നമുക്ക് പ്രധാനമായിട്ടുള്ള 3 പോസിബിലിറ്റീസ്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത 3 പോസിബിലിറ്റീസ് അല്ലെ, നോർമൽ പ്രോഫിറ്റ്, സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഈ 3 പോസിബിലിറ്റീസ് ഉള്ളത് പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ ഷോർട്ട് റണ്ണിലാണ്. സോ ഇൻ എ പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് എ ഫേം ക്യാൻ എക്സ്പീരിയൻസ് വൺ ഓഫ് ദ 3 ഔട്ട്കംസ് ഇൻ ദ ഷോർട്ട് റൺ, മേ ബി നോർമൽ പ്രോഫിറ്റ്, മേ ബി സൂപ്പർ നോർമൽ പ്രോഫിറ്റ്, മേ ബി ലോസ്. ഇതിന്റെ റീസണ് ഇതിൽ ഈ ഒരു 3 കാര്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് ആവറേജ് റവന്യൂവും ആവറേജ് കോസ്റ്റിന്റെയും കേർവുകളാണ്. അല്ലെങ്കിൽ ആവറേജ് റവന്യൂ കേർവും ആവറേജ് കോസ്റ്റ് കേർവും ഈക്വൽ ആണോ, അല്ലെങ്കിൽ ആവറേജ് റവന്യൂ ആവറേജ് കോസ്റ്റിനേക്കാൾ കൂടുതലാണോ, അല്ലെങ്കിൽ ആവറേജ് കോസ്റ്റ് ആവറേജ് റവന്യൂനേക്കാൾ കൂടുതലാണോ എന്നുള്ള റിലേഷൻഷിപ്പുകൾ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു പോസിബിലിറ്റീസിലേക്ക് പോകുന്നത്. ഓക്കെ, നമുക്ക് അതിലേക്ക് പോകല്ലേ. ഫസ്റ്റത്തെ പോസിബിലിറ്റി ആണ് എന്ത്? നോർമൽ പ്രോഫിറ്റ്. നിങ്ങൾ ഈ ഗ്രാഫ് ശ്രദ്ധിക്കണം, അതുപോലെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതും ശ്രദ്ധിക്കണം. നോർമൽ പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാവുന്നത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എ സി ഈസ് ഈക്വൽ ടു എ ആർ ആണ്, വിച്ച് മീൻസ് ആവറേജ് കോസ്റ്റും ആവറേജ് റവന്യൂവും ഈക്വൽ ആകുന്ന പോയിന്റിലാണ് നമുക്ക് എന്തുണ്ടാവുക? നോർമൽ പ്രോഫിറ്റ് ഒബ്സർവ് ചെയ്യാൻ പറ്റുക. വെൻ ആവറേജ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു ആവറേജ് റവന്യൂ അറ്റ് ദ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി the firm earns a normal profit, which means AC is equal to AR. So the marginal cost curve, marginal revenue, നിങ്ങൾ ഈ ഒരു ഏരിയ, നിങ്ങൾ ഒരു ഗ്രാഫ് നോക്കൂട്ടോ, നമുക്ക് എന്തുണ്ട്? ആവറേജ് കോസ്റ്റ് കർവും ആവറേജ് റവന്യൂ എന്ത് ചെയ്യണം? ഇന്റർസെക്ട് ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞു ആവറേജ് കോസ്റ്റ് കർവും ആവറേജ് റവന്യൂ കർവും മാർജിനൽ റവന്യൂ കർവും പ്രൈസ് ലൈൻ ഇവിടെ എന്താണ്? ഡിമാൻഡ് കർവ് ആണ്. ഡിമാൻഡ് കർവ് മീൻസ് പാരലൽ ടു എക്സ് ആക്സിസ്. എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് പോകുന്ന ആ ഒരു ഹൊറിസോണ്ടൽ സ്ട്രൈറ്റ് ലൈൻ ആണ് എന്ത്? നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുമത്, പി ഇസ് ഈക്വൽ ടു എം ആർ ഇസ് ഈക്വൽ ടു എ ആർ എന്നുള്ളത്. അതാണ് ഇവിടത്തെ എ ആർ എം ആർ കർവ്. അപ്പൊ എ ആർ ഇസ് ഈക്വൽ ടു എ സി കർവ്, അല്ലെങ്കിൽ എ സി ഇസ് ഈക്വൽ ടു എ ആർ ആണ് നമ്മുടെ നോർമൽ പ്രോഫിറ്റിന്റെ കണ്ടീഷൻ. എ സി കർവ് ഇവിടെ എവിടെയാണ്? എം സിക്ക് താഴെയുള്ള ഏരിയ ആണ് എന്ത്? എ സി കർവ്. എം സി കർവ് താഴെ നിന്ന് മുകളിലേക്ക് പോകുന്നുണ്ട്, അതിന്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും എ സി കർവും പോകുന്നത്. അപ്പൊ നിങ്ങൾ എഗെയിൻ നിങ്ങൾക്ക് ഒന്നും കൂടി ഞാൻ നിങ്ങളെ റിമൈൻഡ് ചെയ്യാണ്, ഇവിടുത്തെ എം സി കർവ്, എ ആറിന് മുകളിലേക്ക് പോകുന്ന എം സി കർവ് ആണെന്ത്? ഇവിടുത്തെ സപ്ലൈ കർവ്. നിങ്ങളത് മറക്കരുത് കേട്ടോ. ഡിമാൻഡ് കർവ് ആണെന്ത്? പി ഇസ് ഈക്വൽ ടു എം ആർ ഇസ് ഈക്വൽ ടു എ ആർ എന്നുള്ളത്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, അതിൽ കൺഫ്യൂഷൻ വരരുത്. ഇവിടുത്തെ സപ്ലൈ കർവ് ആണെന്ത്? എം സി കർവ് എന്നുള്ളത്. സോ മാർജിനൽ കോസ്റ്റ് കർവും മാർജിനൽ റവന്യൂ കർവും പോയിന്റ് എ എന്ന് പറയുന്ന, അല്ലെങ്കിൽ എക്ക് തൊട്ട് താഴെയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇക്വിലിബ്രിയം പ്രൈസ് പി എന്ന് പറഞ്ഞ ഇക്വിലിബ്രിയം പ്രൈസും ക്യൂ എന്ന് പറയുന്ന ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? എ എന്ന് പറയുന്ന പോയിന്റിൽ അല്ലെങ്കിൽ എക്ക് തൊട്ട് താഴെയായിട്ട് നമുക്ക് എം സി കർവും എം ആർ കർവും ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്, താഴെ അത് കട്ട് ചെയ്യുന്നുണ്ട്, ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. അതിൽ അവിടെ ഡിറ്റർമിൻ ചെയ്യുന്നതാണ് പിയും, പി എന്ന് പറയുന്ന പ്രൈസും ക്യൂ എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയും. അപ്പൊ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ഇവിടെ ക്യൂ ആണ്. ആ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയിൽ എ സി കർവ് എ ആർ കർവിനെ ടച്ച് ചെയ്യുന്നുണ്ട്. ബിക്കോസ് എ സി കർവ് എം സി കർവിന് താഴെയിലൂടെ മുകൾക്ക് യു ഷേപ്പിൽ അല്ലെ, യു ഷേപ്പിലുള്ള കർവാണ് എ സി കർവ്. അത് എ ആർ കർവ് ഏതാണ്? എ ആർ ഇസ് ഈക്വൽ ടു എം ആർ ഇസ് ഈക്വൽ ടു പി. ആ ഒരു ഹൊറിസോണ്ടൽ സ്ട്രൈറ്റ് ലൈൻ ആണ്. അപ്പൊ ആ ഒരു കർവ് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഉണ്ട്. എ സി കർവ് മുകളിലുണ്ട്. അപ്പൊ അത് ടച്ച് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലേ. അപ്പൊ ഇവിടുത്തെ കേസിൽ ഇവിടുത്തെ ഇക്വിലിബ്രിയം പോയിന്റ് ആയിട്ടുള്ള എ എന്ന് പറയുന്ന പോയിന്റിൽ എം സി കട്ട് എം ആർ ഫ്രം, അല്ലെങ്കിൽ എം സി കട്ട് എം ആർ ഫ്രം ബിലോ എന്ന് പറയുന്ന
എം സി ഇസ് ഈക്വൽ ടു എം ആർ എന്ന് പറയുന്ന ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എം സി കട്ട് എം ആർ ഫ്രം ബിലോ എന്ന് പറയുന്ന സെക്കൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. പ്ലസ് എ സി ഈസ് ഈക്വൽ ടു എ ആർ. ഈ പോയിന്റ് എയിൽ തന്നെ, ഈ ഇക്വിലിബ്രിയം പോയിന്റിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? എ സി ഈസ് ഈക്വൽ ടു എ ആർ എന്ന് പറയുന്ന കാര്യവും നമുക്ക് വിസിബിൾ ആവുന്നുണ്ട്. സോ ഇവിടുത്തെ കണ്ടീഷൻ എന്താണ്? നോർമൽ പ്രോഫിറ്റ് ആണ്. അപ്പൊ എ സി ഈസ് ഈക്വൽ ടു എ ആർ, ആവറേജ് കോസ്റ്റും ആവറേജ് റവന്യൂവും ഈക്വൽ ആവുകയാണെങ്കിൽ അതെന്താണ്? നോർമൽ പ്രോഫിറ്റിന്റെ കണ്ടീഷൻ ആണ്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. സോ വി ക്യാൻ മൂവ് ടു ലോസ്. അപ്പൊ നമ്മൾ പറഞ്ഞു 3 ചാൻസുകളാണ് ഇവിടെ ഉള്ളത്. ഒന്നെങ്കിൽ അതെന്താണ്? നോർമൽ പ്രോഫിറ്റ് ആണ്, അല്ലെങ്കിൽ അത് ലോസ് ആണ്, അല്ലെങ്കിൽ അത് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ആണ്. ഇനി ലോസിന്റെ കണ്ടീഷൻ ആണ് ആവറേജ് കോസ്റ്റ് ആവറേജ് റവന്യൂനേക്കാൾ കൂടുതലാകുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുക? ലോസ് ഉണ്ടാവുക. നിങ്ങൾക്ക് ഈ ഗ്രാഫിൽ ലോസസ് എന്ന് പറഞ്ഞ ഏരിയ കാണാൻ പറ്റും. പി ഡാഷ്, പി സ്റ്റാർ, എ, ബി. ഈ 3 ഉള്ള ഒരു ഏരിയ, നിങ്ങൾ ഈ 4 പോയിന്റ് പി സ്റ്റാർ, പി ഡാഷ്, എ, ബി, ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ലോസസിന്റെ ഏരിയ കിട്ടും. ആ ഏരിയയാണ് നമുക്ക് ഇവിടെ നഷ്ടം വരുന്നത്. അതായത് ആവറേജ് കോസ്റ്റ്, നമ്മുടെ കോസ്റ്റ്, ആവറേജ് കോസ്റ്റ് ആവറേജ് റവന്യൂനേക്കാൾ കൂടുന്ന ഒരു സിറ്റുവേഷൻ ആണെന്ത്? നമ്മൾ ഈ പറയുന്ന ലോസിന്റെ ഏരിയ. ദിസ് മീൻസ് ദാറ്റ് ഫേംസ് പെർ യൂണിറ്റ് കോസ്റ്റ് ഓഫ് എ പ്രൊഡക്ഷൻ ഈസ് ഹയർ ദാൻ പെർ യൂണിറ്റ് റവന്യൂ. നമ്മൾ ഉണ്ടാക്കുന്ന റവന്യൂനേക്കാൾ നമുക്ക് നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് ആണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും ലോസ് ആയിരിക്കും. നമ്മൾ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോവോ? ഇല്ല. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ലോസ് എന്ന് പറഞ്ഞ സിറ്റുവേഷനിലേക്ക് പോവുക. എ സി കർവ്, എ സി ഈസ് ഗ്രേറ്റർ ദാൻ എ ആർ, ആവറേജ് കോസ്റ്റ് ആവറേജ് റവന്യൂനേക്കാൾ കൂടുതലാകുന്ന സിറ്റുവേഷൻ ആണെന്ത്? നമ്മൾ ഈ പറയുന്ന ലോസിന്റെ സിറ്റുവേഷൻ. നിങ്ങൾക്കത് ക്ലിയർ ആവുന്നില്ലേ? ഫെബിന? Yes, sir. ഓക്കെ. ഇനി നിങ്ങൾ ജസ്റ്റ് ഗ്രാഫിലേക്ക് ഒന്ന് നോക്കുക. വൈ ആക്സിസ് ഉണ്ട്, എക്സ് ആക്സിസ് ഉണ്ട് അല്ലെ? എക്സ് ആക്സിസിൽ നമുക്കുള്ളത് ക്വാണ്ടിറ്റി ആണ്, വൈ ആക്സിസിൽ നമുക്കുള്ളത് റവന്യൂവും കോസ്റ്റും ആണ്. നമുക്ക് പ്രൈസ് ഒന്നും പറയാൻ പറ്റും. റവന്യൂ ഉണ്ട്, കോസ്റ്റ് ഉണ്ട്, അതാണ് വൈ ആക്സിസിലുള്ളത്. എക്സ് ആക്സിസിൽ നമുക്ക് എന്തുണ്ട്? ക്വാണ്ടിറ്റി ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇക്വിലിബ്രിയം പോയിന്റ് ഇവിടെ ഏതാണ്? ഇക്വിലിബ്രിയം പോയിന്റ് ഇവിടെ ഏതാണ്? എം സി എവിടെയാണ് എം ആറിനെ കട്ട് ചെയ്യുന്നത്? ഏത് പോയിന്റിലാണ്? എ ഉണ്ട്, ബി ഉണ്ട്. ഏത് പോയിന്റിലാണ് എം സി എം ആറിനെ കട്ട് ചെയ്യുന്നത്? എം സി ഇസ് ഈക്വൽ ടു എം ആർ ആണ് ഇക്വിലിബ്രിയം കണ്ടീഷൻ. അതിന് നെസസറി കണ്ടീഷൻ ആണ് എം സി കട്ട് എം ആർ ഫ്രം ബിലോ. അത് എവിടെയാണ് പോസിബിൾ ആവുന്നത്? പോയിന്റ് എയിലാണോ പോയിന്റ് ബിയിലാണോ? യെസ്, പോയിന്റ് എയിലാണ് അല്ലെ? അപ്പൊ പോയിന്റ് എയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഇക്വിലിബ്രിയം പോയിന്റ് കാണാൻ പറ്റുന്നുണ്ട്. വേർ എം സി കട്ട് എം ആർ ഫ്രം ബിലോ ആൻഡ് എം സി ആൻഡ് എം ആർ ആർ ഇന്റർസെക്റ്റിംഗ്. സോ ഇക്വിലിബ്രിയം പ്രൈസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ എത്രയാണ്? പി സ്റ്റാറും ക്യൂ സ്റ്റാറാണ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി. ഐ തിങ്ക് ഗ്രാഫ് മൊബൈൽ ഫോണിൽ ക്ലാസ് കേൾക്കുന്നവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ? സോ ഞാൻ ഇതിന്റെ PDF ഓൾറെഡി നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ യു ക്യാൻ, ഇത് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ അത് ആക്സസ് ചെയ്യണം. അത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് വായിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടി സൂം ചെയ്ത് കാണാൻ പറ്റും. സോ ഇവിടുത്തെ പി സ്റ്റാർ ആണ്, ക്യൂ സ്റ്റാർ ആണ്. ഇനി അറ്റ് ക്യൂ സ്റ്റാർ എടുക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും എ സി കർവ് ലൈസ് എബോ ദ എ ആർ കർവ്. നോക്കൂ, ഇവിടെ എ സി കർവ് മീൻസ് ATC ആണ് കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആവറേജ് ടോട്ടൽ കോസ്റ്റ് കർവ് രണ്ടും സെയിം ആണ്. എ സി കർവും ആവറേജ് ടോട്ടൽ കോസ്റ്റ് കർവ് എന്താണ്? ഇവിടെ സെയിം ആണ്. അപ്പൊ എ സി കർവ് അല്ലെങ്കിൽ ATC കർവ് ഒരു യു ഷേപ്പിൽ നിങ്ങൾ കാണുന്നില്ലേ? ഒരു പരന്ന ബോൾ ഷേപ്പിൽ നിങ്ങൾ കാണുന്നതാണ് ATC കർവ്. എം സിയുടെ മുകളിലായിട്ട് പോയിന്റ് ബിയിലൊക്കെ നിങ്ങൾ കാണുന്നതാണ് എന്ത്? ATC കർവ്. അപ്പൊ ഈ ATC കർവ് ഏതിന്റെ മുകളിലാണ്? P is equal to MR is equal to MC is equal to AR എന്ന് പറയുന്ന പ്രൈസ് ലൈൻ ആയിട്ടുള്ള ഡിമാൻഡ് കർവിന്റെ മുകളിലാണ് ATC കർവ് ഉള്ളത്. അപ്പൊ ഇവിടെ എന്തായി? ലോസ് ആയി. AC is greater than AR എന്ന് പറയുന്ന കണ്ടീഷനായി, ലോസിലേക്ക് പോയി. സോ പെർ യൂണിറ്റ് കോസ്റ്റ് ഇവിടെ എത്രയാണ്? OP 1 ആണ്. പെർ യൂണിറ്റ് റവന്യൂ OP സ്റ്റാർ ആണ്. OP സ്റ്റാറിനേക്കാൾ വലുതാണ് എന്ത്? OP 1. ക്വാണ്ടിറ്റി അവിടെ സെയിം ആണ്. OP സ്റ്റാറിനേക്കാൾ വലുതാണ് OP 1 അല്ലെങ്കിൽ OP ഡാഷ്. അപ്പോൾ OP സ്റ്റാർ ആയിട്ടുള്ള പെർ യൂണിറ്റ് റവന്യൂനേക്കാൾ കൂടുതലാണ് OP ഡാഷ് ആയിട്ടുള്ള പെർ യൂണിറ്റ് കോസ്റ്റ്. സ്വാഭാവികമായിട്ടും ആ ഒരു ഡിഫറൻസസ്, അതായത് P സ്റ്റാർ P1 ഡിഫറൻസസ്, AB ഡിഫറൻസസ്, അല്ലെങ്കിൽ ആ ഒരു റെക്ടാങ്കിൾ, ആ ഒരു ചതുരത്തിൽ നമ്മൾ ഷെയ്ഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? ലോസസിന്റെ ഏരിയ. ആ ഒരു ഷെയ്ഡഡ് ഏരിയ ആണ് ലോസസ്.
ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, റിമൈൻഡ് ചെയ്യണം കേട്ടോ. ദെൻ ലാസ്റ്റ് സർ ഏരിയ അതെന്താ രണ്ട് സർ പറയൂ. ആ ഗ്രാഫിൽ എന്താ രണ്ട് MC കാണുന്നുണ്ട്? ഓക്കെ, അത് ചെറിയൊരു മിസ്റ്റേക്ക് ആണ് കേട്ടോ. പ്രൈസ് ലൈനിൽ MC വരില്ല. P is equal to MR is equal to AR. MC അതിലുണ്ടാവില്ല കേട്ടോ. MC മുകളിലേക്ക് അപ്വേർഡ് സ്ലോപ്പ് ആയിട്ടാണ് MC ഉണ്ടാവുക. അത് അവിടുത്തെ സപ്ലൈ കർവാണ്. ഇത് ഇവിടെയും MC വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക അറിയോ? ഡിമാൻഡ് കർവും സപ്ലൈ കർവും ഒന്നാവും അല്ലേ? കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, P is equal to MR is equal to AR എന്നുള്ളതാണ് ഡിമാൻഡ് കർവ്. അത് സ്ട്രൈറ്റ് ലൈൻ ആണ്, ഹൊറിസോണ്ടലി സ്ട്രൈറ്റ് ലൈൻ ആണ്. സപ്ലൈ കർവാണ് അപ്വേർഡ് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതും കൂടി ഇപ്പൊ സെയിം നമ്മൾ പറഞ്ഞ കർവ് തന്നെ അത് MC വന്നു കഴിഞ്ഞാൽ വിച്ച് മീൻസ് ഡിമാൻഡും സപ്ലൈയും സെയിം ഗ്രാഫിൽ വന്നു എന്ന അർത്ഥം, അല്ലെങ്കിൽ സെയിം ലൈനിൽ വന്നു. അങ്ങനെ അത് പോസിബിൾ അല്ല, അത് അൺറിയലിസ്റ്റിക് ആണ്. ഈ പെർഫെക്റ്റ് കോമ്പിനേഷൻ തന്നെ അൺറിയലിസ്റ്റിക് ആണ്. പക്ഷെ ഇങ്ങനെ ഒന്നുകൊണ്ട് എഗെയിൻ അത് എക്സ്ട്രീം അൺറിയലിസ്റ്റിക് ആയി പോകും. അപ്പൊ MC അതിലില്ല, അത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് എന്റെ ഭാഗത്തു നിന്നുള്ള. ഓക്കെ, താങ്ക് യു നൈമ. ഓക്കെ, ഇനിയുള്ളതാണെന്ത്? സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. സൂപ്പർ നോർമൽ പ്രോഫിറ്റിന്റെ കേസ് എന്ന് പറഞ്ഞാൽ സിംപ്ലി പറയുകയാണെങ്കിൽ AR ഈസ് ഗ്രേറ്റർ ദാൻ AC എന്നുള്ളതാണ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. ആവറേജ് റവന്യൂ ആവറേജ് കോസ്റ്റിനേക്കാൾ കൂടുന്ന ഒരു സിറ്റുവേഷൻ ആണ് എന്ത്? സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. നിങ്ങൾക്ക് ഇവിടെ ആവറേജ് റവന്യൂ കർവ് കാണുന്നില്ലേ? ആവറേജ് റവന്യൂ കർവ് ഏതാണ്? നോർമലി നമ്മൾ പറയാറുള്ള ARMRP എന്ന് പറയുന്ന പ്രൈസ് ലൈൻ ഡിമാൻഡ് ലൈൻ ആണ് എന്ത്? ആവറേജ് റവന്യൂ കർവ്. ഇനി AC കർവ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നില്ലേ? അതെന്താണ്? ഇറ്റ് ഈസ് എബോ ദ AR കർവ്. കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? AR കർവ് അതിന്റെ മുകളിൽ പോകുന്ന ഒരു സിറ്റുവേഷൻ കാണാൻ പറ്റും. ഇൻ ദിസ് കേസ് firm's total revenue exceeds its total cost, resulting in a profit above the normal level. നോർമൽ ലെവലിനേക്കാൾ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എന്താ? നോർമൽ പ്രോഫിറ്റിനേക്കാൾ കൂടിയൊരു പ്രോഫിറ്റ് ആണെന്ത്? സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. അപ്പൊ ഈ സൂപ്പർ നോർമൽ പ്രോഫിറ്റിൽ നമുക്ക് ഉണ്ടാവുക ആവറേജ് റവന്യൂ എപ്പോഴും എന്തായിരിക്കും? ആവറേജ് കോസ്റ്റിനേക്കാൾ കൂടുതലായിരിക്കും. ഇവിടെ ആവറേജ് റവന്യൂ നിങ്ങൾക്ക് AC കട്ട് ചെയ്ത് മുകൾക്ക് പോകുന്നുണ്ട് അല്ലേ? ആവറേജ് റവന്യൂ ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ ഇക്വിലിബ്രിയം പോയിന്റ് ഏതാണ്? MC കട്ട് MR ഫ്രം ബിലോ എന്ന് പറയുന്ന പോയിന്റ് ആണല്ലേ? അല്ലേ? MC കട്ട് MR ഫ്രം ബിലോ, അത് പോയിന്റ് A ആണോ പോയിന്റ് B ആണോ? എനിവൺ? MC കട്ട് ഇവിടെ എന്താണ്? പോയിന്റ് ബിയിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? MC കട്ട് MR ഫ്രം ബിലോ എന്ന് പറയുന്ന ഏരിയ കാണാൻ പറ്റുക. സോ അഗെയിൻ നമ്മൾ ഗ്രാഫിനെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ വി ഹാവ് കോസ്റ്റ് ആൻഡ് റവന്യൂ ഓൺ ദ Y ആക്സിസ്. നിങ്ങൾ ഇതിൽ ഈ ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം പൊതുവെ CET എക്സാമിൽ ഗ്രാഫ് ചോദിക്കാറില്ല. വെരി റയർ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഞാൻ ഗ്രാഫ് കണ്ടിട്ടുള്ളത്. ഐ തിങ്ക് കഴിഞ്ഞ വർഷം പോലും ഗ്രാഫ് ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ്. സോ ഇറ്റ്സ് വെരി റയർ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഈ ഒരു കേസ് മാത്രമാണ്. സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ AR ഈസ് ഗ്രേറ്റർ ദാൻ AC. നോർമൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ AR ഇസ് ഈക്വൽ ടു AC. ലോസ് എന്ന് പറഞ്ഞാൽ AR ലെസ് ദാൻ AC. ഈ കണ്ടീഷൻസ് ആണ് നിങ്ങൾ കാര്യമായിട്ട് നോക്കേണ്ടത്. പിന്നെ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് MC ഇസ് ഈക്വൽ ടു MR ആൻഡ് MC കട്ട് MR ഫ്രം ബിലോ എന്നുള്ള ഇക്വിലിബ്രിയം കണ്ടീഷനാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? നോക്കേണ്ടത്. അപ്പോൾ ഇക്വിലിബ്രിയം പോയിന്റ് B നമ്മൾ നോക്കുകയാണ്. Y ആക്സിസിൽ എന്തുണ്ട്? റവന്യൂ കോസ്റ്റും ഉണ്ട്. ആൻഡ് X ആക്സിസിൽ നമുക്ക് എന്തുണ്ട്? ക്വാണ്ടിറ്റി ഉണ്ട്. ഓക്കെ, ഇക്വിലിബ്രിയം പോയിന്റ് B ആണ് വേർ MC കട്ട് MR ഫ്രം ബിലോ. ആൻഡ് ഇക്വിലിബ്രിയം പോയിന്റിൽ നമുക്ക് വന്ന പ്രൈസ് എത്രയാണ്? P സ്റ്റാർ ആണ്. ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എത്രയാണ്? Q സ്റ്റാർ ആണ്. ഇക്വിലിബ്രിയം പ്രൈസ് P സ്റ്റാർ ആണ്, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി Q സ്റ്റാർ ആണ്. അപ്പൊ Q സ്റ്റാറിൽ AR കർവ് ലൈസ് എബോവ് ദ AC കർവ്. AR കർവ് Q സ്റ്റാറിന്റെ കേസിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് കിടക്കുന്നത് എബോവ് ദ AC കർവ് ആണ്. സോ പെർ യൂണിറ്റ് റവന്യൂ എന്ന് പറഞ്ഞാൽ OP സ്റ്റാർ ആണ്. പെർ യൂണിറ്റ് കോസ്റ്റ് OP1 ആണ്. ഇവിടെ എന്തായി? OP സ്റ്റാർ ആണ് വലുത് കമ്പയറിംഗ് ടു OP1. അപ്പൊ ഈ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, OP സ്റ്റാറും P സ്റ്റാറും P1ഉം തമ്മിലുള്ള ഡിഫറൻസ്, P സ്റ്റാർ P1 A P നമ്മൾ ഷെയ്ഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ചതുരം കിട്ടൂലേ? P1 P സ്റ്റാർ BA എന്ന് പറയുന്ന ഒരു ചതുരം, ഒരു റെക്ടാങ്കിൾ. അതാണ് ഇവിടുത്തെ സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. ഇനി നമ്മൾ നേരത്തെ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റിലേക്ക് പോവാണ്. ഷോർട്ട് റണ്ണിൽ ഇറ്റ് ഈസ് പോസിബിൾ ടു ഹാവ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. പറഞ്ഞ പോലെ പോസിബിലിറ്റി. പക്ഷെ അറ്റ് ടൈം ലോങ് റണ്ണിലേക്ക് പോകുന്ന സമയത്ത് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എന്തുണ്ടാവില്ല? എക്സിസ്റ്റ് ചെയ്യില്ല. ബിക്കോസ് പ്രീ എൻട്രി ആൻഡ് എക്സിറ്റ്.
ഫ്രീ എൻട്രിയും ഫ്രീ എക്സിറ്റ് ഉള്ളത് കൊണ്ട് ലോങ് റണ്ണിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് എന്ത് ചെയ്യും, നല്ല സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഒരു ഫേം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കുറെ ആളുകൾ എന്ത് ചെയ്യും, ആ പുതിയ ഫേമിലേക്ക് വരും, പുതിയ ഒരു മാർക്കറ്റിൽ, ആ ഒരു മാർക്കറ്റിലേക്ക് വരും. സ്വാഭാവികമായിട്ടും ആ ഒരു വ്യക്തി, എല്ലാവരും വിൽക്കുന്ന എന്താണ്, ഹോമോജീനിയസ് പ്രൊഡക്റ്റ് ആണ്, സെയിം പ്രൊഡക്റ്റ് ആണ്, ഐഡന്റിക്കൽ പ്രൊഡക്റ്റ് ആണ്, നോൺ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ്. സോ ഇങ്ങനത്തെ പ്രൊഡക്റ്റുകൾ വിൽക്കുന്ന സമയത്ത് എല്ലാവരും എന്ത് ചെയ്യും, അവരുടെ കൺസ്യൂമേഴ്സ് സ്കാറ്റർ ചെയ്തിട്ട് ഒരുപാട് ആളുകളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. സ്വാഭാവികമായിട്ടും അയാളുടെ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എന്ത് ചെയ്യും, അയാളുടെ കയ്യിൽ നിന്ന് പോകും. അപ്പൊ ലോങ് റണ്ണിൽ നമുക്ക് നോർമൽ പ്രോഫിറ്റ് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. സൂപ്പർ നോർമൽ പ്രോഫിറ്റും ലോസും അതുപോലെ നോർമൽ പ്രോഫിറ്റും അത് ഷോർട്ട് റണ്ണിൽ മാത്രമാണ്. ലോങ് റണ്ണിൽ ലോസിന്റെ കേസും ഉണ്ടാവില്ല. അതെന്തുകൊണ്ടാണ് ലോങ് റണ്ണിൽ ലോസ് ഇല്ലാത്തത്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ലോങ് റണ്ണിൽ എന്തുകൊണ്ടാണ് ലോസ് ഇല്ലാത്തത്? സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഓക്കെ, നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഫ്രീ എൻട്രി ഉള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, കുറെ ആളുകൾ ഇതിലേക്ക് വരും എന്നുള്ളത്. പക്ഷെ എന്തുകൊണ്ടാണ് ലോസ് ഇല്ലാത്തത്? യെസ്, ഫ്രീ എക്സിറ്റ്. നമുക്ക് നഷ്ടമാണെങ്കിൽ നമ്മൾ പിന്നീട് ബിസിനസ് നടത്തുമോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യും, ആ മാർക്കറ്റ് വിട്ടു പോകും. അതുകൊണ്ടാണ് അവിടെ എന്തുണ്ടാവുന്നത്, ഫ്രീ എക്സിറ്റ് ഉള്ളത് കൊണ്ടാണ് അവിടെ നമുക്ക് ലോസും ഒബ്സർവ് ചെയ്യാൻ പറ്റാത്തത്. ഇനി നമ്മൾ പോകുന്നത്, I hope it's clear about the short run equilibrium. Okay, we can move to long run equilibrium under perfect competition. In the long run, all inputs എന്താണ്, they are adjustable or they can change. അപ്പൊ നമുക്ക് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടാവില്ല. സോ എന്താണ് ശരിക്കും ലോങ് റണ്ണിനെയും ഷോർട്ട് റണ്ണിനെയും തരംതിരിക്കുന്ന ഒരു കേസ്? അല്ലെങ്കിൽ എന്ത് ഫാക്ടറാണ് ലോങ് റണ്ണ് ഷോർട്ട് റണ്ണ് എന്ന് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുക? അല്ലെങ്കിൽ എന്ത് ഫാക്ടർ വെച്ചിട്ടാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്? ഒന്ന് പറയോ ആരെങ്കിലും? Using which factor or which condition we are differentiating the long run and short run? ഇൻപുട്സ് വേരിയബിൾ ആയിരിക്കും, മറ്റേതില് കോൺസ്റ്റന്റ് ആയിരിക്കും ചിലത്. ഓക്കെ, ശരിയാണ് പറഞ്ഞത്. ഷോർട്ട് റണ്ണിൽ എന്താണ്, ഇൻപുട്സിൽ ഒരു ഇൻപുട്ട് എങ്കിലും എന്തായിരിക്കും, ഫിക്സഡ് ആയിരിക്കും. നമുക്ക് നോർമലി നമ്മൾ രണ്ട് ഇൻപുട്ടാണ് പറയാറുള്ളത്, ക്യാപിറ്റൽ ആൻഡ് ലേബർ. ഷോർട്ട് റണ്ണിൽ നമ്മൾ ക്യാപിറ്റൽ ആണോ ലേബർ ആണോ ഫിക്സഡ് ആയിട്ടുണ്ടാവുക? ഹർഷാന, ഷോർട്ട് റണ്ണിൽ ക്യാപിറ്റൽ ആണോ ലേബർ ആണോ ഫിക്സഡ് ആയിട്ടുണ്ടാവുക? സഫ്ന, സഫ്ന എങ്ങനെ യൂണിയനിലെ അടുത്ത പ്രോഗ്രാം എന്താ കണ്ടക്ട് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ? നഈമ? ക്യാപിറ്റൽ ആണോ? യെസ്, ക്യാപിറ്റൽ ആണ് നമ്മൾ എന്ത് ചെയ്യുക, ഫിക്സഡ് ആക്കിയിട്ട് വെക്കുക. കാരണം നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതാരാ പറഞ്ഞേ, ഫെബിനയാണോ നഈമയാണോ, ആരാണ്? ഓക്കെ, സോ ക്യാപിറ്റൽ ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഫിക്സഡ് ആക്കി വെക്കുക. കാരണം എന്താണ്, ലേബറിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് തന്നെ ഒരാളെ നമുക്ക് ഹയർ ചെയ്യാൻ പറ്റും, പെട്ടെന്ന് തന്നെ ഒരാളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും. പക്ഷെ ഒരു ക്യാപിറ്റൽ ആണെങ്കിലോ നമുക്ക് വലിയ കോസ്റ്റ് കൊടുത്ത് നമ്മൾ വാങ്ങുന്ന സാധനമാണ് അല്ലേ. നമ്മൾ 5 ലക്ഷം രൂപക്ക് ഒരു മെഷീൻ വാങ്ങും, നമുക്ക് ഷോർട്ട് റണ്ണിൽ പെട്ടെന്ന് മാറ്റാൻ പറ്റുമോ? ഇല്ല. കാരണം ആ മെഷീൻ ഓൾറെഡി നമ്മൾ 5 ലാക്ക് റുപ്പീസ് സ്പെൻഡ് ചെയ്തതാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആ മെഷീൻ എങ്ങനെയെങ്കിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്തിട്ട് നിന്ന് അതിന്റെ കോസ്റ്റ് കവർ ചെയ്യുന്നത് വരെയെങ്കിലും നമ്മൾ ആ മെഷീൻ ഓടിക്കണം. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും അത് റീപ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ അത് പഠിക്കുന്ന സമയത്ത് ഒരു ബാർ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ പഠിക്കുമ്പോൾ പി ഈസ് എ ഫംഗ്ഷൻ ഓഫ് എ ആൻഡ് എൽ, അല്ലെങ്കിൽ ക്യൂ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ക്യൂ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എൽ ആൻഡ് കെ എന്നുണ്ടെങ്കിൽ കെന്റെ മുകളിൽ ചിലപ്പോൾ എന്തെങ്കിലും നമ്മളൊരു ബാർ ഇടും, ഒരു ജസ്റ്റ് ഒരു വര. ആ ബാർ കാണിക്കുന്നത് ക്യാപിറ്റൽ ഫിക്സഡ് ആണ് എന്നുള്ളതാണ്. അപ്പൊ ക്യാപിറ്റൽ ഫിക്സഡ് ആണെന്ന് കണ്ടാൽ വിച്ച് മീൻസ് ആ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഏതാണ്, ഷോർട്ട് റൺ ആണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ ക്യാപിറ്റൽ കെന്റെ മുകളിൽ ഒരു ബാർ കണ്ടു കഴിഞ്ഞാൽ അത് കാണിക്കുന്നത് എന്താണ്, അത് ഒരു ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്, ബിക്കോസ് ക്യാപിറ്റൽ ഫിക്സഡ് ആണ്. ലോങ് റൺ
ഫിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് വരിക. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു സൈഡ് പറഞ്ഞതാണ് കേട്ടോ. നിങ്ങൾ എൻട്രൻസിന്റെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയ ഒന്നുമല്ല. നിങ്ങൾ ജസ്റ്റ് അറ്റ്ലീസ്റ്റ് നമ്മളൊക്കെ റിയലൈസ് ചെയ്യേണ്ട ഒരു കാര്യം എന്താ അറിയോ? വി ആർ ഇൻ ദിസ് സബ്ജക്ട് ഫോർ ഇയേഴ്സ്. നമ്മൾ +1 +2 എക്കണോമിക്സ് പഠിച്ചു. ഇനി പഠിക്കാത്തവരുണ്ട്, എനിക്ക് അറിയില്ല, സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ. ഡിഗ്രി ഫസ്റ്റ് ഇയർ കോർ പഠിച്ചു, സെക്കൻഡ് ഇയർ പഠിച്ചു. നൗ യു ആർ ഇൻ ദ തേർഡ് ഇയർ. ഓക്കെ, എത്ര വർഷമായി? 4 വർഷമായി. ഇനി നിങ്ങൾക്ക് മുമ്പിൽ മാക്സിമം അക്കാഡമിക്സ് ഇനി 2 വർഷം കൂടിയേ ഉള്ളൂ. അതായത് PG കഴിയുന്നതോടെ നിങ്ങളെ പഠനം കഴിഞ്ഞു. എക്കണോമിക്സിലെ പഠനം PGയോടെ എൻഡ് ആവും. പിന്നെ നിങ്ങളുടെ ഓപ്ഷൻ എന്താണ്? റിസർച്ചിലേക്ക് പോകും. റിസർച്ച് ഈസ് നോട്ട് സ്റ്റഡി, ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഫ്രം സ്റ്റഡി. അപ്പൊ നിങ്ങൾക്ക് ഇനി ആകെ 2 വർഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ളൂ? ഇനി എക്കണോമിക്സ് പഠിക്കാനുള്ളൂ. അപ്പൊ അപ്പോഴേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? യു ഹാവ് ടു ബി പെർഫെക്റ്റ് ഇൻ യുവർ സബ്ജക്ട്. അപ്പൊ നിങ്ങൾ യു ഹാവ് ടു ഗോ ബിയോണ്ട് യുവർ ബുക്ക്. നിങ്ങൾക്ക് പൊതുവെ നിങ്ങൾക്ക് ഞാൻ കാലിക്കറ്റിൽ പഠിച്ച ആളാണ്, അപ്പൊ എനിക്കറിയാം യൂണിവേഴ്സിറ്റി തരുന്നൊരു പുസ്തകമുണ്ട്. നിങ്ങൾ അതിൽ സ്റ്റക്ക് ചെയ്യരുത്. നിങ്ങളുടെ എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് എന്ത് മതി? ആ ഒരു കോപ്പറേറ്റീവ് ഇറക്കുന്ന ഒരു ഗൈഡ് മതി. അതിനപ്പുറത്തേക്ക് നിങ്ങൾക്കൊരു എക്സ്ട്രാ നോളജ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനപ്പുറത്തേക്കുള്ള പുസ്തകത്തേക്ക് പോകണം. നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ കാർട്ടൂൺ എക്കണോമിക്സ് എന്ന് പറഞ്ഞ സീരീസ് ഉണ്ട്. പുസ്തകത്തിന്റെ ഒരു ബുക്ക് സീരീസ് ആണ് കാർട്ടൂൺ എക്കണോമിക്സ്. എക്കണോമിക്സിന്റെ തിയറീസ് കാർട്ടൂണായിട്ട് പഠിപ്പിക്കുകയാണ്. നമ്മൾ ബാലരമയും ബാലഭൂമിയും ഒക്കെ വായിക്കുന്നത് പോലെ സ്റ്റോറീസ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഇന്റർനാഷണൽ പുസ്തകമാണ്. നിങ്ങൾ അത് സെർച്ച് ചെയ്ത് നോക്കൂ, കാർട്ടൂൺ എക്കണോമിക്സ്. അല്ലെങ്കിൽ അതുപോലെ കുറെ സ്വശാം ഔട്ട്ലൈനിന്റെ കുറെ സീരീസ് ഉണ്ട്, ബുക്കുകളുണ്ട്, നല്ല പുസ്തകങ്ങൾ. അത് വായിച്ചാൽ നമ്മൾ മനസ്സിലാവുന്നത് നമ്മൾ ഈ വായിക്കുന്നത് ഒന്നും അല്ല എന്നുള്ളത്. അതുപോലെ ടോക്കിംഗ് മൈ ഡോട്ടർ അബൌട്ട് ദ ഇക്കോണമി ഓർ ആൻ ഇക്കോണമി ഓർ സംതിങ്, ഒരു ബുക്കുണ്ട്, ടോക്കിംഗ് മൈ ഡോട്ടർ അബൌട്ട് ദ ഇക്കോണമി. ഗ്രീസിന്റെ ഫൈനാൻസ് മിനിസ്റ്റർ ആയിരുന്ന ഒരാള്, അയാൾക്ക് ഒരു വേൾഡ് മടുത്തിട്ട്, ഇക്കണോമിക്സിന്റെ ഫീൽഡ് മടുത്തിട്ട് രാജിവെച്ചു. ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു കക്ഷി. അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമാണ് ടോക്കിംഗ് മൈ ഡോട്ടർ അബൌട്ട് ദ ഇക്കോണമി ഓർ അബൌട്ട് ആൻ ഇക്കോണമി ഓർ സംതിങ്. അത് വൺ ഓഫ് ബെസ്റ്റ് ബുക്ക്. നിങ്ങൾ എക്കണോമിക്സ് പഠിക്കുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ബേസിക് ആയിട്ട് നമ്മൾ കുറെ ഡിമാൻഡും കുറെ സപ്ലൈയും കുറെ ഇക്വിലിബ്രിയം കോൺസെപ്റ്റ് ഒക്കെ പഠിക്കുന്നതല്ലാണ്ട് റിയൽ വേൾഡിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗം വരുന്നുണ്ടോ? ഒരു ഉപകാരം വരുന്നുണ്ടോ? വെരി റയർ അല്ലേ? അപ്പോൾ നമുക്ക് റിയൽ വേൾഡിൽ എന്താണ് ഈ ലോകത്ത് സംഭവിക്കുന്നത് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു റീഡ് ദാറ്റ് ബുക്ക്. നിങ്ങൾ ആ പുസ്തകം മാത്രം വായിച്ചാൽ മതി. ചെറിയ ബുക്കാണ്, ഓൺലി 92 pages ഓർ സംതിങ്, ടോക്കിംഗ് മൈ ഡോട്ടർ അബൌട്ട് ദ ഇക്കോണമി. അത് അയാളുടെ മകളോട് സംസാരിക്കുന്ന പോലെ എഴുതുന്ന ഇസ് വൺ ഓഫ് ഗ്രേറ്റ് തിങ്കർ ഇൻ ദ വേൾഡ്. കറന്റ് നമ്മൾ ഈ ക്യാപിറ്റലിസത്തെ ഒക്കെ കൗണ്ടർ ചെയ്യുന്ന വൺ ഓഫ് ബെസ്റ്റ് ബുദ്ധിജീവികൾപ്പെട്ട ഒരാളാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആ പുസ്തകം വായിച്ചു നോക്കുക. അല്ലെങ്കിൽ ഒന്നുകൂടി നല്ല രസമുള്ള കുറെ എക്കണോമിക്സിലെ പുസ്തകങ്ങളുണ്ട്. നിങ്ങൾ എന്നോടൊക്കെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആ പുസ്തകങ്ങളൊക്കെ ഷെയർ ചെയ്യാം. അത്യാവശ്യം വേണ്ട ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മളൊരു എക്കണോമിക്സ് ആണ് ഒരു കോഴ്സിന് ചേരാനുള്ള കാരണം തന്നെ എന്താണ്? യു ഫിക്സഡ് എക്കണോമിക്സ് ഈസ് യുവർ ഡൊമൈൻ എന്ന് നിങ്ങൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. മേ ബി നെക്സ്റ്റ് ഇയർ നിങ്ങളുടെ മാരേജ് കഴിയും, മേ ബി നിങ്ങൾ പഠനം നിർത്തുന്നുണ്ടാവും, അല്ലെങ്കിൽ അതൊക്കെ വേറെ കാര്യങ്ങളാണ്. നിങ്ങൾ എവിടെ പോയാലും യു ആർ എ പാർട്ട് ഓഫ് ദിസ് എക്കണോമിക്സ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ വേറെ ജോബിന് പോകുന്നുണ്ടാവും, ഡൊമൈൻ മാറുന്നുണ്ടാവും, നിങ്ങൾക്ക് പെട്ടെന്ന് ജോലി എടുക്കേണ്ട അത്യാവശ്യം ഉണ്ടാവും. വാട്ട് എവർ ഹാപ്പൻ, യു ആർ ഫിക്സഡ് യുവർ കരിയർ ആസ് എൻ ഇക്കണോമിസ്റ്റ്. നിങ്ങൾ എന്ത് ചെയ്യണം? പുസ്തകങ്ങളുണ്ട്. നിങ്ങൾ മാക്രോ എക്കണോമിക്സ് കുറെ പഠിക്കുന്നുണ്ടാവും. ഈ മാക്രോ എക്കണോമിക്സ് കുറെ പഠിക്കുന്നതിനേക്കാൾ ബെറ്റർ ആണ്, അത് പഠിച്ചോട്ടെ, നിങ്ങൾക്ക് അവസാനം കുറെ സീരിയസ് ആയിട്ട് പഠിപ്പിക്കുന്നുണ്ടാവും. ഞാൻ അതിന് പറയല്ല കേട്ടോ, ഈവൻ ഞാനും കുറെ എക്കണോമിക്സ് പഠിപ്പിക്കുന്നുള്ളൂ, മൈക്രോ. അതിനപ്പുറത്തേക്ക് അസിം പ്രേംജി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ അലക്സ് എം തോമസ്, ഈ അലക്സ് എം തോമസ് എഴുതിയ ഒരു പുസ്തകമുണ്ട്, മാക്രോ എക്കണോമിക്സ്, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്ത, കേംബ്രിഡ്ജ് ഓക്സ്ഫോർഡ്. ഈ അടുത്ത് വായിച്ച വൺ ഓഫ് ബെസ്റ്റ് പുസ്തകങ്ങളിൽ ഒന്നാണ് മാക്രോ എക്കണോമിക്സ്. ഈ പുസ്തകം ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാക്രോ എക്കണോമിക്സിനെ റിലേറ്റ് ചെയ്യാൻ പറ്റും, കുറച്ച് ഇല്ലുസ്ട്രേഷൻസ് ഒക്കെ ആയിട്ട്. അതായത് നമ്മൾ പഠിക്കുന്ന കുറെ തിയറീസ് ഒക്കെ നമ്മളിങ്ങനെ വായിച്ചു പോകുന്നു, നമ്മളിങ്ങനെ പഠിച്ചു പോകുന്നു എന്നല്ലാണ്ട് ഇതെവിടെ നമ്മളൊക്കെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ക്രൈസിസ് ഉണ്ട്, അല്ലെങ്കിൽ റിസർവ് റിപ്പോ റേറ്റ് ഇൻക്രീസ് ചെയ്യാൻ പോകും നമ്മൾ കേൾക്കുന്നതല്ലാണ്ട് നമുക്കറിയാം എന്താണ് റിസർവ് റിപ്പോ റേറ്റ്, അല്ലെങ്കിൽ നമുക്കറിയാം ഓക്കെ ഇൻഫ്ലേഷൻ ഇത്ര ആയിട്ടുണ്ട്, ഒരു GDP ഇത്ര ട്രില്യൺ ആവാൻ നമുക്ക് ഇത്ര ഇയർ കാത്തിരിക്കണം എന്ന് നമ്മളിങ്ങനെ കേൾക്കുന്നു എന്നല്ലാണ്ട് അത് നമുക്ക് എന്താ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ളത്? അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മളുടെ ഇക്കണോമിസ്റ്റ് ആയി മാറേണ്ടത്. അപ്പൊ അതിന് പറ്റുന്ന, നമ്മളെ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന കുറെ പുസ്തകങ്ങളുണ്ട്. നമുക്ക് ബേസിക് ആയിട്ട് അതിന്റെ അസ്ല് പഠിപ്പിക്കുന്ന, അതിന്റെ ബേസിക് പഠിപ്പിക്കുന്ന, അതിന്റെ ഒരു ഷറഹ് പോലെ പഠിപ്പിക്കുന്ന കുറെ സംഭവങ്ങളുണ്ട്. നമ്മൾ അങ്ങനത്തെ പുസ്തകങ്ങളിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? എത്തിപ്പെടണം, നിങ്ങളത് വായിക്കണം. ഓർ അതിലേക്ക് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ അവരെ അപ്രോച്ച് ചെയ്യണം.
ഓക്കെ, ഞാൻ ജസ്റ്റ് നമ്മളിപ്പോൾ അത് പറഞ്ഞാൽ ഇത് തീരുവില്ല. ലോങ് റൺ ഇക്വിലിബ്രിയം. ഓക്കെ, സോ ലോങ് റൺ ഇക്വിലിബ്രിയം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ലോങ് റൺ ഈസ് എ പീരീഡ് ഡ്യൂറിങ് ഇൻ വിച്ച് ഫേം ക്യാൻ അഡ്ജസ്റ്റ് ഓൾ ഇറ്റ്സ് ഇൻപുട്ട്. ഫേമിന് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ എല്ലാ ഇൻപുട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഫിക്സ് വാനിഷ് ആയി പോകും. ആൻഡ് ആവറേജ് ടോട്ടൽ കോസ്റ്റ് എന്ത് ചെയ്യും? ആവറേജ് കോസ്റ്റ് ആയിട്ട് മാറും. നമ്മൾ നേരത്തെ ആവറേജ് ടോട്ടൽ കോസ്റ്റ് പറഞ്ഞില്ലേ? എന്തുകൊണ്ടാണ് ആവറേജ് ടോട്ടൽ കോസ്റ്റും ആവറേജ് ടോട്ടൽ കോസ്റ്റും ആവറേജ് കോസ്റ്റും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്താണ്? ആവറേജ് ടോട്ടൽ കോസ്റ്റിൽ ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഉണ്ടാവും, ആവറേജ് ഫിക്സഡ് കോസ്റ്റ് ഉണ്ടാവും. അത് ഷോർട്ട് റണ്ണിലാണ് ആവറേജ് ടോട്ടൽ കോസ്റ്റ് ഉണ്ടാവുക. ആവറേജ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ സിംഗിൾ കോസ്റ്റ് ആണ്. അതിൽ ഫിക്സഡ് കോസ്റ്റോ വേരിയബിൾ കോസ്റ്റ് ഡിഫറൻസിയേഷൻ ഉണ്ടാവില്ല. അപ്പോൾ ആവറേജ് കോസ്റ്റ് എന്താണ്? ഒരു ലോങ് ടേം അല്ലെങ്കിൽ ലോങ് റണ്ണിലെ കോൺസെപ്റ്റ് ആണ് എന്നർത്ഥം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ AC കർവ് അല്ലെങ്കിൽ ലോങ് റൺ കോസ്റ്റ് കർവ് എന്താണ്? ഒരു യു ഷേപ്പ് കർവ്. അതായത് ഇറ്റ്സ് എ സമ്മേഷൻ ഓഫ് ഷോർട്ട് റൺ കോസ്റ്റ്. ഷോർട്ട് റൺ കോസ്റ്റുകൾ നമ്മൾ സം ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ആവറേജ് കോസ്റ്റ് കിട്ടുക. അതിന്റെ റീസൺ ഇത്, അതായത് യു ഷേപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യം താഴോട്ട് പോകണം, പിന്നെ ഫ്ലാറ്റ് ആവണം, പിന്നെ പൊന്തി പോകണം. ഇതിന്റെ റീസൺ 3 കാര്യങ്ങളാണ്: ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ, കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ആൻഡ് ഡിമിനിഷിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ. ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ അറ്റ് ദ ബിഗിനിങ് ഓഫ് യുവർ പ്രൊഡക്ഷൻ ഓർ അറ്റ് ദ ബിഗിനിങ് ഓഫ് യുവർ ബിസിനസ്, ഫേമിന് എപ്പോഴും എന്താ ഉണ്ടാവുക? നല്ല മാനേജറിയൽ എഫിഷ്യൻസി ഉണ്ടാവും. ആളുകളൊക്കെ ഭയങ്കര വർക്ക് ഹോളിക് ആയിരിക്കും അല്ലേ? നമ്മൾ എപ്പോഴും നമ്മളിപ്പോൾ ആലോചിക്കുകയാണ്, CUET 2025 നമ്മൾ JNU തന്നെ നേടും എന്നൊക്കെ പറഞ്ഞ് നിയത്തൊക്കെ വെച്ച് ഉറച്ചിരിക്കുകയാണ്. അപ്പൊ ഫസ്റ്റത്തെ ഒരു വീക്ക് എന്തായിരിക്കും? നല്ല മുന്നേറ്റം ഉണ്ടാവും. ഇതാണെന്ത്? ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ. ബിക്കോസ് വി ആർ വെരി ടാർഗറ്റഡ് അബൌട്ട് JNU or അലിഗഡ് യൂണിവേഴ്സിറ്റി or ജാമിയ മിലിയ or ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി or പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി. നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ട്. അതാണ് ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ. അറ്റ് ദ ബിഗിനിങ് എ ഫേം എക്സ്പീരിയൻസ് ഇൻക്രീസിംഗ് റിട്ടേൺസ് causing AC curves to slope downward. ആവറേജ് കോസ്റ്റ് കർവിനെ ഡൗൺവേർഡിലേക്ക് പോകാൻ എന്ത് ചെയ്യും? ഈ ഒരു ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ കാരണമാവും. പിന്നെ ഉണ്ടാവുക കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ് നെക്സ്റ്റ് സ്റ്റേജ്. വിച്ച് മീൻസ് ഒരു സർട്ടൻ പോയിന്റ് കഴിഞ്ഞാൽ നമുക്കൊരു 1 month 2 month ഒക്കെ കഴിഞ്ഞ് നമുക്ക് എന്ത് തോന്നും? എങ്ങനെ പഠിച്ചാലും എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കുമല്ലോ, CET അങ്ങനെ വലിയൊരു സംഭവമൊന്നുമല്ല. ആ ഒരു ഏരിയയിലേക്ക്, അതായത് ഇതുപോലെ മാനേജേഴ്സും ചിന്തിക്കുമ്പോഴാണ് എന്ത് ചെയ്യുക? കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിലിലേക്ക് പോവുക. സോ ആഫ്റ്റർ എ സർട്ടൻ പോയിന്റ് എ ഫേം ഓപ്പറേറ്റ്സ് അണ്ടർ കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ വേർ AC കർവ് ബിക്കം ഫ്ലാറ്റൻസ്. അതെന്ത് ചെയ്യും? ഒരു ഫ്ലാറ്റർ ആയിട്ട് മാറും. ഇനിയുള്ളതാണെന്ത്? ഒരു ആഫ്റ്റർ ഒരു 5 or 6 months ഡിമിനിഷിംഗ് റിട്ടേൺസ് ടു സ്കെയിലിലേക്ക് പോകും. നമുക്ക് നമ്മുടെ മൂഡ് തന്നെ പോയിട്ട് ഒരു നമ്മൾ പഠിക്കാൻ നേരെ ഓപ്പോസിറ്റിലേക്ക് തിരിയും. അതൊരു ബിസിനസിന്റെ കേസിലാണെങ്കിലോ ഇവഞ്ച്വലി ഡിമിനിഷിംഗ് റിട്ടേൺസ് ടേക്ക് ഓവർ ആൻഡ് AC കർവ് സ്ലോപ്സ് അപ്വേർഡ്. അപ്പൊ എന്ത് ചെയ്യും? ആവറേജ് കോസ്റ്റ് കർവ് നേരെ മുകളിലേക്ക് പോകും. ഇതുകൊണ്ടാണ് യു ഷേപ്പ് നമ്മുടെ കർവിന് വരുന്നത്. ഇതൊക്കെ എന്താണ്? ചെറിയ ചെറിയ കുഞ്ഞു ഷോർട്ട് റൺ കോസ്റ്റ് കർവുകൾ നമ്മൾ ആഡ് ചെയ്യാണ് എന്നർത്ഥം. ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ, ഡിക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ ഓർ ഡിമിനിഷിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ ആൻഡ് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ. ഒരു സർട്ടൈൻ പോയിന്റിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്? കോൺസ്റ്റന്റ് റിട്ടേൺസിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഒരു ഫ്ലാറ്റർ പോർഷനിലേക്ക് പോകുന്നത്. ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിലാണ് ഡിമിനിഷിംഗ് പോർഷനിലേക്ക് പോകുന്നത്. ആൻഡ് നമ്മൾ പോകുന്നത് ഡിമിനിഷിംഗ് റിട്ടേൺസ് സ്കെയിലിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്വേർഡ് പോർഷനിലേക്ക് പോകും. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ, റൈറ്റ്? സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോങ് റണ്ണിൽ എന്തുണ്ട്? നമുക്ക് ഫ്രീ എൻട്രിയും ഫ്രീ എക്സിറ്റും ഉള്ളത് കൊണ്ട് ദർ ഈസ് നോ ലോസ് ഇൻ ദ ലോങ് റൺ ആൻഡ് ദർ ഈസ് നോ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഇൻ ദ ലോങ് റൺ. അതിന്റെ റീസൺ നമ്മൾ പറഞ്ഞിരുന്നില്ലേ? ലോസ് ഉണ്ടെങ്കിൽ ഫേം ക്യാൻ ലീവ് ദ ഇൻഡസ്ട്രി. ഒരു ഫേമിന് എന്ത് ചെയ്യാൻ പറ്റും? ആ ഇൻഡസ്ട്രിയെ വിട്ടു പോകാൻ പറ്റും. ആൻഡ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ഇറ്റ് അട്രാക്ട്സ് മോർ ഫേംസ്. നല്ല പ്രോഫിറ്റ് ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യും? കൂടുതൽ ഫേംസ് മാർക്കറ്റിലേക്ക് വരും. സ്വാഭാവികമായിട്ടും കൂടുതൽ ഫേംസ് അട്രാക്റ്റഡ് ആവും. ഇവിടെ കൂടുതൽ ഫേംസ് വരും. ഹോമോജീനിയസ് പ്രൊഡക്റ്റ് ആണ്. ആ ഒരു കേസ്, ആ ഒരു സെല്ലിംഗ് എന്ത് ചെയ്യും? എല്ലാ ഫേമിലേക്കും ഡിഫറൻഷിയേറ്റ് ചെയ്ത് പോകും. സോ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല? ഒരു ലോങ് റണ്ണിൽ നമുക്ക് ലോസസോ സൂപ്പർ നോർമൽ പ്രോഫിറ്റോ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റൂല. ഓൺലി നോർമൽ പ്രോഫിറ്റ്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഹർഷാന, are you clear with these things? Okay.
ഇനി നമ്മൾ ലോങ് റൺ ഇക്വിലിബ്രിയത്തിലേക്ക് പോവാണ്. നമ്മൾ ലോങ് റൺ ഇക്വിലിബ്രിയത്തോടെ നമ്മുടെ ക്ലാസ് എൻഡ് ആവട്ടോ, പക്ഷെ അത് കുറച്ചും കൂടി ഉണ്ട്. ഐ മീൻ 2-3 കണ്ടീഷൻസ് നമുക്ക് പറയാനുണ്ട്. സോ ലോങ് റൺ ഇക്വിലിബ്രിയത്തിൽ ഫേം എന്താണ്? ഫേം ഓൾറെഡി പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഫേംസ് ആർ പ്രൈസ് ടേക്കേഴ്സ്, നോട്ട് പ്രൈസ് മേക്കേഴ്സ് ഓർ പ്രൈസ് ഫിക്സേഴ്സ്. അവരല്ല പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. മാർക്കറ്റ് ഫിക്സ് ചെയ്യുന്ന പ്രൈസ് എന്താണ് അത് എടുക്കുന്നതാണെന്ത് നമ്മൾ നമ്മുടെ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ നമുക്ക് എവിഡന്റ് ആയിട്ട് കാണാൻ പറ്റുന്നത്. അപ്പൊ ലോങ് റൺ ഇക്വിലിബ്രിയത്തിൽ ആവറേജ് കർവ് ആൻഡ് ആവറേജ് റവന്യൂ ആൻഡ് MR മാർജിനൽ റവന്യൂ കർവ് എന്താണ്? ഹൊറിസോണ്ടൽ ആണ്. നിങ്ങൾ കാണാൻ പറ്റുന്നില്ലേ? 3 കർവുകൾ ഉണ്ട്. AR1, AR2, AR3. ഞാൻ നിങ്ങൾക്ക് ഒന്ന് വായിക്കാൻ പറ്റും, ഞാൻ ഒന്ന് പറയാം. ഏറ്റവും താഴെയുള്ള കർവാണ് എന്ത്? AR0. അതുപോലെ തന്നെ MR2 ആണ് ഏറ്റവും താഴെയുള്ള കർവ്. അതിന്റെ P ആണ് P0. ഓക്കെ. ഇനി തൊട്ട് മുകളിലുള്ള കർവാണ് എന്ത്? AR1 ആൻഡ് MR1. അതിന്റെ P ആണ്, പ്രൈസ് ആണ് എന്ത്? P1. അതിന്റെ മുകളിലുള്ള കർവാണ് AR2 ആൻഡ് MR2. അതിന്റെ P ആണ് എന്ത്? അതിന്റെ പ്രൈസ് ആണ്, അതിന്റെ കോസ്റ്റ് ആണ്, അതിന്റെ റവന്യൂ ആണ് P2. അപ്പൊ നമുക്ക് 3 കർവാണുള്ളത്. AR0, MR0, AR1, MR1, AR2, MR2. ഓരോന്നിനും ഇക്വേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്തുണ്ട്? പ്രൈസും നമുക്ക് P0, P1, P2 നമുക്ക് കാണാൻ പറ്റും. അപ്പൊ മാർജിനൽ റവന്യൂ AR കർവുമാണ് എക്സ് ആക്സിസിന് പാരലായിട്ട് ഹൊറിസോണ്ടലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇക്വിലിബ്രിയം പ്രൈസ് ഇസ് ഡിറ്റർമിൻഡ് ബൈ മാർക്കറ്റ് ഫോഴ്സസ്, ഐ മീൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ കർവ്സ്. ഓക്കെ, നമ്മൾ പറഞ്ഞിരുന്നു പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ സപ്ലൈ കർവ് ഏതാണ്? ആരെങ്കിലും ഒന്ന് പറയൂ, പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ സപ്ലൈ കർവ് ഏതാണ്? ഇവിടെ കുറെ കർവ് ഉണ്ട്. MC കർവ് ഉണ്ട്, AC കർവ് ഉണ്ട്, AR കർവ് ഉണ്ട്, MR കർവ് ഉണ്ട്. ഏതാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ സപ്ലൈ കർവ്? ഹർഷാന? യെസ്, MC കർവ് ആണെന്ത്? യെസ്, സഫ്ന സിവ. യെസ്, MC കർവ് ആണ് പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ സപ്ലൈ കർവ്. ഓക്കെ, പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ ഡിമാൻഡ് കർവോ? യെസ്, MR AR കർവിൽ താഴെ ഹൊറിസോണ്ടലി പോകുന്ന കർവ് ആണെന്ത്? AR ഓർ MR കർവ് ആണ് ഇവിടുത്തെ ഡിമാൻഡ് കർവ്. അപ്പൊ നമുക്ക് ഉണ്ടല്ലേ, P0 ഉണ്ട്, P1 ഉണ്ട്, P2 ഉണ്ട്. ഈ മൂന്ന് ഡിഫറെന്റ് സെനാരിയോസിനെയാണ് കാണിക്കുന്നത്. 3 സെനാരിയോസിനും എന്ത് ചെയ്യാം? നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിഫറെന്റ് ഒന്ന് നോക്കാം. അതോടെ നമ്മുടെ ക്ലാസ് എൻഡ് ആവും കേട്ടോ. ഫസ്റ്റ് കണ്ടീഷൻ, പ്രൈസ് 1. അതായത് ഏതാണ്? സെന്ററിലുള്ളതാണ് കേട്ടോ. ഏറ്റവും താഴെയുള്ളത് P0 ആണ്, ഏറ്റവും മുകളിലുള്ളത് P2 ആണ്, ഏറ്റവും നടുവിലുള്ളത് P1 ആണ്. അപ്പൊ നമ്മൾ P1 ആണത്. when the market price is below the optimal price, the firm operate in a loss. അതായത് P1ന്റെ കേസിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത് ലോസ് ആണ്. മാർക്കറ്റ് പ്രൈസ് എന്താണ്? ബിലോ ദ ഒപ്റ്റിമൽ കോസ്റ്റ്. ഒപ്റ്റിമൽ കോസ്റ്റ് ഇവിടെ ഏതാണ്? OP0 ആണ് ഒപ്റ്റിമൽ കോസ്റ്റ്. OP0. മാർക്കറ്റ് പ്രൈസ് ഇവിടെ എന്താണ്? ബിലോ വെയിറ്റ് 1 മിനിറ്റ്. മാർക്കറ്റ് കോസ്റ്റ് എന്താണ്? ബിലോ 1 മിനിറ്റ്, കണക്ഷൻ ഒന്ന് സ്റ്റക്ക് ആയിട്ടോ. when the market price is below the optimal cost which is OP0, the firm operates at loss. അതായത് OP0നേക്കാൾ കുറവിലാണ് മാർക്കറ്റ് പ്രൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ലോസ് ആയിരിക്കും. ഇവിടെ നിങ്ങൾ AR0 എടുത്തു നോക്കൂ, അതുപോലെ തന്നെ MR0 എടുത്തു നോക്കൂ. AR0, ഒരു മിനിറ്റ് കേട്ടോ, ഇതിന്റെ ഹെഡിങ് ഒന്ന് മാറിയിട്ടുണ്ട്. ജസ്റ്റ് എ മിനിറ്റ്. ഓക്കെ, നമ്മളിപ്പോ എന്റെ വോയിസ് ക്ലിയർ അല്ലേ? എന്റെ വോയിസ് ക്ലിയർ ആണോ? ഓക്കെ, അത് ഹെഡിങ് ഒന്ന് ചേഞ്ച് ആയി പോയത്. ഓക്കെ, സോ പ്രൈസ് 1 എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത് P0 ആണ് കേട്ടോ. ഏറ്റവും താഴെയുള്ള പ്രൈസ് ആണ് പ്രൈസ് 1. ഞാൻ ഉദ്ദേശിക്കുന്ന ഹെഡിങ് തന്നെ P0 എന്ന് കൊടുക്കാനായിരുന്നു, ബട്ട് സംഭവം ഞാൻ PPT ഉണ്ടാക്കിയ സമയത്ത് അത് ചേഞ്ച് വന്നതാണ്. പ്രൈസ് 1 ആണെന്ത്? ബിലോ ഒപ്റ്റിമൽ കോസ്റ്റ്. അല്ലെ ഒപ്റ്റിമൽ കോസ്റ്റ് അല്ലെങ്കിൽ ഒപ്റ്റിമൽ കോസ്റ്റുകൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് OP0 എന്ന് പറയുന്ന പോയിന്റ് ആണ്. പറയുന്ന പോയിന്റ് ആണ്. അപ്പൊ OP0നേക്കാൾ കുറഞ്ഞ ഒരു പോയിന്റിലാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? മാർക്കറ്റ് പ്രൈസിനെ നമുക്ക് കാണാൻ പറ്റും. അതായത് P0 എന്ന് പറയുന്നത്. ഇനി അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കേസസ് എടുത്ത് നോക്കൂ.
കറസ്പോണ്ടിങ് AR0 MR0 നമുക്ക് എന്തുണ്ട്, ആവറേജ് റവന്യൂ ഉണ്ട്, മാർജിനൽ റവന്യൂ ഉണ്ട്. ഇത് നമുക്കൊരു സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് സൈഡ് ഉണ്ടല്ലോ. സോ ലോങ് റൺ മാർജിനൽ കോസ്റ്റ് കർവ് LMC, അതായത് LMC കർവ്, മുകളിലേക്ക് പോകുന്ന കർവ് ഇല്ലേ, നമുക്ക് ലോങ് റൺ മാർജിനൽ കോസ്റ്റ് കർവ് ഉണ്ട്, അതിന് തൊട്ട് താഴെ യു ഷേപ്പിൽ എന്തുണ്ട്, ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ് ഉണ്ട്. സോ ലോങ് റൺ മാർജിനൽ കോസ്റ്റ് കർവ് മാർജിനൽ MR0 കർവിനെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണെന്ത്, E ആൻഡ് E0. നമുക്ക് 2 പോയിന്റ് ഉണ്ട്. നിങ്ങൾ ലാപ്ടോപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. വി ഹാവ് 2 points where LMC curve intersect the MR0 curve. One is point E and another one is point E0. നമുക്ക് രണ്ടും ഉണ്ടെന്ന് പറയാൻ പറ്റും. പോയിന്റ് ഇയിൽ LMC കർവ് ഇന്റർസെക്ട് ചെയ്യുന്നത് എബോയിൽ നിന്നാണ്, അതായത് മുകളിൽ നിന്ന്. നമ്മൾ നേരത്തെ ഷോർട്ട് റൺ കണ്ടീഷനിൽ പറഞ്ഞ പോലെ തന്നെ MC ഫസ്റ്റ് പോയിന്റ് എവിടെയാണ് കട്ട് ചെയ്യുന്നത്, മുകളിൽ നിന്നാണ്. അപ്പൊ അതേ സിറ്റുവേഷൻ ആണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ കേർവില് MC കർവ് കട്ട് ചെയ്യുന്നത് പോയിന്റ് ഇയില് മുകളിൽ നിന്നാണ്. ഓക്കെ, അത് കാണിക്കുന്നത് ഇൻസ്റ്റെബിലിറ്റിയാണ്. അവിടെ എന്തില്ല, സ്റ്റെബിലിറ്റി ഇല്ല. പക്ഷെ പോയിന്റ് E0-യിലാണെങ്കിലോ നമ്മുടെ കേർവ് കട്ട് ചെയ്യുന്നത് MR0 ഫ്രം ബിലോ ആണ്. അവിടുത്തെ കേസിൽ AR0 എന്ന് പറയുന്ന ആവറേജ് കോസ്റ്റ്, ആവറേജ് റവന്യൂ ലോങ് റൺ ആവറേജ് കോസ്റ്റിനേക്കാൾ കുറവാണ്. ആവറേജ് റവന്യൂ കോസ്റ്റിനേക്കാൾ കുറവാണെങ്കിൽ, നമ്മുടെ വരുമാനം നമ്മുടെ ചെലവിനേക്കാൾ കുറവാണെങ്കിൽ അത് കാണിക്കുന്നത് എന്താണ്, ഫേം ഇൻകർ ലോസസ്. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ E0 എന്ന് പറയുന്ന പ്രൈസിലാണ് നമ്മുടെ ഫേം വർക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, ഇഫ് ദ ഫേം കനോട്ട് ബി ഇൻ എ സ്റ്റേബിൾ ഇക്വിലിബ്രിയം അറ്റ് ദിസ് പ്രൈസ് ബിക്കോസ് ഇറ്റ് മേക്കിംഗ് ലോസസ്. അപ്പോൾ ഫേം ലോസ് ഉണ്ടാവുകയാണെങ്കിൽ ലോങ് റണ്ണിൽ ഫേം എന്താ ചെയ്യുക, ലോസ് ഉണ്ടാവുകയാണെങ്കിൽ ലോങ് റണ്ണിൽ ഫേം എന്ത് ചെയ്യും, എക്സിറ്റ് ആവൂലേ. സോ ഈ കണ്ടീഷനിലെ P0 എന്ന് പറയുന്ന കണ്ടീഷനിൽ, അതായത് OP0-നേക്കാൾ താഴെ വർക്ക് ചെയ്യുന്ന കണ്ടീഷനിൽ ഇവിടെ എന്ത് സംഭവിക്കും, ഇവിടത്തെ ഫേം ഈ മാർക്കറ്റ് ഷിഫ്റ്റ് ചെയ്തിട്ട് വേറെ മാർക്കറ്റിലേക്ക് പോകും, അല്ലെങ്കിൽ ബിസിനസ് എന്ത് ചെയ്യും, ഈ മാർക്കറ്റിലെ ബിസിനസിനെ ഷട്ട് ഡൗൺ ചെയ്യും, ബിക്കോസ് ഇറ്റ് മേക്കിംഗ് ലോസസ് എന്നുള്ള കാരണം. ഇനി പ്രൈസ് 2, അതായത് എബോ ദ ഒപ്റ്റിമൽ കോസ്റ്റ്, ഒപ്റ്റിമൽ കോസ്റ്റിനേക്കാൾ എബോയിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, the price exceeds the firm's optimal cost or least possible average cost. It means long run average cost curve. And the firm is not in a stable equilibrium and earn super normal profit. ഇവിടുത്തെ കേസ് ആണെന്ത്, ഒപ്റ്റിമസിനേക്കാൾ P1-ലാണെങ്കിൽ ഫേം എന്ത് ചെയ്യും, earn a super normal profit. AR2 curve ഉണ്ട്, MR2 curve ഉണ്ട്. അത് ഏറ്റവും മുകൾ curve ആണ് നമ്മൾ പറയുന്നത്. താഴത്തെ curve ആണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്, AR0 MR0. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ഏറ്റവും മുകളിലത്തെ curve ആണ്, അതായത് AR2 MR2 curve ആണ്. AR2 MR2 curve-ന്റെ കേസിൽ ഒരു ഫേം ഉണ്ടാക്കുന്നത് എന്താണ്, സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ആണ്. സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഈസ് മാർക്കറ്റ്. ന്യൂ ഫേംസ് വിൽ എൻറ്റർ ഇൻ ടു ദ മാർക്കറ്റ്. അങ്ങനെ എന്ത് ചെയ്യാം, സൂപ്പർ നോർമൽ പ്രോഫിറ്റ് പോകും എന്നുള്ളതാണ്. ഓക്കെ, ഫ്രീ എൻട്രി ഉള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ട് അവിടെ എന്ത് ചെയ്യും, പുതിയ ആളുകൾ മാർക്കറ്റിലേക്ക് കടന്നു വരും. ഓക്കെ, സോ ഇവിടുത്തെ കേസിൽ നമ്മുടെ AR കർവും MR കർവും ഡിറ്റർമിൻ ചെയ്യുന്നത് LMC കർവ് എവിടെയാണ് ഇന്റർസെക്ട് ചെയ്യുന്നത്, MR2 കർവിനെ ഇന്റർസെക്ട് ചെയ്യുന്നത് ഫ്രം ബിലോ അറ്റ് പോയിന്റ് E2. പോയിന്റ് E2-ല് MC കർവ് എന്ത് ചെയ്യുന്നുണ്ട്, കട്ട് ചെയ്തിട്ട് ലോങ് റൺ മാർജിനൽ കോസ്റ്റ് കർവ് MR കർവിനെ കട്ട് ചെയ്തിട്ട് മുകളിലേക്ക് പോകുന്നുണ്ട്. ഈ സമയത്ത് AR2 കർവ് അല്ലെങ്കിൽ ആവറേജ് റവന്യൂ കർവ് ലോങ് റൺ ആവറേജ് കോസ്റ്റിനേക്കാൾ കൂടുതലാണ്. ആവറേജ് റവന്യൂ കർവ് കോസ്റ്റിനേക്കാൾ കൂടുതലാണ്. നമുക്ക് കോസ്റ്റിനേക്കാൾ കൂടുതൽ റവന്യൂ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, ദ ഫേം ഏർണിംഗ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ പക്ഷേ ഈ പ്രോഫിറ്റ് എന്ത് ചെയ്യില്ല, കുറെ കാലം നീണ്ടു നിൽക്കില്ല, ബിക്കോസ് ന്യൂ ഫേംസ് എൻ്റർ ഇൻ ടു ദ ഇൻഡസ്ട്രി, ബിക്കോസ് ദിസ് പ്രോഫിറ്റ് അട്രാക്ട് ന്യൂ ഫേംസ് ആൻഡ് ഇൻക്രീസ് സപ്ലൈ, ഇറ്റ് ലോവർ പ്രൈസസ് ആൻഡ് ഇറ്റ് വിൽ ആൾസോ എലിമിനേറ്റ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. അതാണ് അവിടെ സംഭവിക്കുന്നത്. E2-ലാണ് നമ്മുടെ ഇക്വിലിബ്രിയം സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ ദേ ആർ മേക്കിംഗ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. പക്ഷെ അതെന്ത് ചെയ്യില്ല, പോസിബിൾ ആവില്ല.
കാരണം പുതിയ ഫേംസ് എന്ത് ചെയ്യും, അല്ലെങ്കിൽ പുതിയ കമ്പനീസ്, പുതിയ ബിസിനസ് എന്ത് ചെയ്യും, നമ്മുടെ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യും, നമ്മുടെ പ്രോഫിറ്റ് പോകും. അപ്പോൾ അതാണ് എന്ത് ചെയ്യുക, ഒരു സൂപ്പർ നോർമൽ പ്രോഫിറ്റിന്റെ കേസിൽ എ ഫേം എൻ്റർ ദ മാർക്കറ്റ്, ദ പ്രൈസ് വിൽ ഫാൾ അണ്ടിൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് the firm returns to normal profit equilibrium. അപ്പൊ ഇതിൽ നോർമൽ പ്രോഫിറ്റ് ഇക്വിലിബ്രിയം ഏതായിരിക്കും? E0 ആണോ, E1 ആണോ, E2 ആണോ? നമ്മൾ E0ന്റെ കേസ് ഡിസ്കസ് ചെയ്തു, ഇറ്റ് മേക്കിംഗ് ലോസസ്. അപ്പൊ E2ന്റെ ഡിസ്കസ് ചെയ്തു, ഇറ്റ് മേക്കിംഗ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. അപ്പൊ ഇവിടുത്തെ സ്റ്റേബിൾ ഇക്വിലിബ്രിയം ഏതായിരിക്കും? യെസ്, E1 ആയിരിക്കും ഇവിടുത്തെ സ്റ്റേബിൾ ഇക്വിലിബ്രിയം. അതാണ് ഒപ്റ്റിമൽ കോസ്റ്റ് ഈക്വൽ ആയിട്ടുള്ള നമ്മുടെ പോയിന്റ്. അതായത് OP1 നമ്മൾ എത്തുന്നതാണ് ഈക്വൽസ് ടു ഒപ്റ്റിമൽ കോസ്റ്റ്. പ്രൈസ് ഈക്വൽ ടു ഫേംസ് ഒപ്റ്റിമൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ദ ഫേം റീച്ചസ് എ സ്റ്റേബിൾ ഇക്വിലിബ്രിയം ഇൻ ദ ലോങ് റൺ. അതെവിടെയാണ്? AR1ഉം MR1ഉം LMCയുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന പോയിന്റ് ആണ്. AR1 and the MR1 curves are determined, and the MR1 curves intersect the LMC curve from the below at the lowest point of E1. MR കർവിനെ കട്ട് ചെയ്തിട്ട് മുകളിലേക്ക് പോകണം, താഴേന്ന് കട്ട് ചെയ്തിട്ട് മുകളിലേക്ക് പോകണം. സോ E1 ആണ് ഇവിടെ ഇക്വിലിബ്രിയം. സോ AR1 is equal to LAC. ആവറേജ് റവന്യൂ കർവ് എന്താണ്? ആവറേജ് കോസ്റ്റിന് ഈക്വൽ ആണ്. മീനിങ് ദ ഫേം ഓൺലി ഏൺ നോർമൽ പ്രോഫിറ്റ്. നമ്മൾ ഇതിനെയാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയാം. ബ്രേക്ക് ഈവൻ പോയിന്റ് ഏതാണ്? പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ ബ്രേക്ക് ഈവൻ പോയിന്റ് ആണ് AR1ഉം LACയും ഈക്വൽ ആവുന്ന പോയിന്റ്. അതെന്താണ്? നോർമൽ പ്രോഫിറ്റിന്റെ പോയിന്റ് ആണ് ബ്രേക്ക് ഈവൻ പോയിന്റ്. സിൻസ് ദർ ഈസ് നോ സൂപ്പർ നോർമൽ പ്രോഫിറ്റ്, അവിടെ എക്സിസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് എന്ത് ചെയ്യില്ല, പുതിയ ഫേംസ് മാർക്കറ്റിലേക്ക് വരില്ല. സിൻസ് ദർ ഈസ് നോ ലോസ്, ഇവിടെയുള്ള ഫേം എന്ത് ചെയ്യില്ല, ഇത് വിട്ട് പുറത്തേക്കും പോകില്ല. ദ ഫേം പ്രൊഡ്യൂസസ് അറ്റ് ഒപ്റ്റിമൽ ലെവൽ ഓഫ് ഔട്ട്പുട്ട് വേർ AC is equal to AR is equal to MC is equal to MR. ഈ മൂന്നും നമുക്ക് പോയിന്റ് E1 ഒബ്സർവ് ചെയ്യാൻ പറ്റും. AC-യും AR-ഉം MC-യും MR-ഉം എന്താണ് ഇവിടെ ഈക്വൽ ആണ്. ഓക്കെ, അതായത് കണ്ടീഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് കണ്ടീഷൻ ആണെന്ത്? നോ പ്രോഫിറ്റ് ഓർ നോ ലോസ് കണ്ടീഷൻ. അതായത് AC is equal to AR is equal to MC is equal to MR എന്ന് പറയുന്ന പോയിന്റ് E1-ൽ there is no loss or no profit. No profit means no super normal profit കേട്ടോ. മിനിമം പ്രോഫിറ്റ് ഉണ്ടാവും. മിനിമം പ്രോഫിറ്റ് ഇല്ലാതെ ഫേം എന്ത് ചെയ്യില്ല, വർക്ക് ചെയ്യില്ല. രണ്ടാണ് എഫിഷ്യൻസി. ദ ഫേം ഓപ്പറേറ്റ്സ് അറ്റ് ദ ലോവസ്റ്റ് പോയിന്റ് ഓഫ് ദ AC curve where it experience a constant return to scale and produces a optimal level of output. എഫിഷ്യൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? AC കർവിന്റെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റിലാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, പ്രൊഡക്ഷൻ പ്രോസസ് നടക്കുന്നത്. ആൻഡ് മാർക്കറ്റ് സ്റ്റെബിലിറ്റി. ഇവിടെ സൂപ്പർ നോർമൽ പ്രോഫിറ്റ്, മാർക്കറ്റ് സ്റ്റെബിലിറ്റി മീൻസ് എക്സിറ്റും എൻട്രിയും നമ്മൾ ചെയ്യാത്തൊരു സിറ്റുവേഷൻ ആണ് എന്ത്, അതായത് മാർക്കറ്റിലുള്ള ഫേംസ് തന്നെ അവിടെ നിലനിൽക്കുന്ന കണ്ടീഷനാണ് മാർക്കറ്റ് സ്റ്റെബിലിറ്റി. സോ ഒരു ഫേം എൻറ്റർ ചെയ്യുന്നതും എക്സിറ്റ് ചെയ്യുന്ന ഇവിടെ എന്തില്ല, സൂപ്പർ നോർമൽ പ്രോഫിറ്റും ഇല്ല, ലോസും ഇല്ല. അതുകൊണ്ട് അതും പോസിബിൾ ആവുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ലോങ് റണ്ണില് ഒരു പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ ഒരു പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് ഫേം ഓപ്പറേറ്റ് ചെയ്യുന്നത് അവിടെ എവിടെ ഓപ്പറേറ്റ് ചെയ്യുക? വേർ MC-യും AC-യും MR-ഉം AR-ഉം ഈക്വൽ ആവുന്ന പോയിന്റിലാണ്. ഷോർട്ട് റണ്ണിലാണെങ്കിലോ MC-യും MR-ഉം ഈക്വൽ ആയാൽ മതി. ഫസ്റ്റ് കണ്ടീഷൻ ഏതായിരുന്നു? MC is equal to MR and MC cut MR from below. അതാണ് ഷോർട്ട് റൺ കണ്ടീഷൻ. ലോങ് റണ്ണിലാവുമ്പോൾ MC is equal to AC is equal to MR is equal to AR. ഈ കണ്ടീഷൻ ആണ് ലോങ് റൺ കണ്ടീഷൻ. This condition ensures that the firm is producing at the most efficient level, which means earning a normal profit. There is no supernormal profit and there is no loss. So ഇതാണ് ഇവിടുത്തെ ഇക്വിലിബ്രിയം. ഇത് സൂപ്പർ നോർമൽ പ്രോഫിറ്റും ലോസും ഇല്ലെങ്കിൽ no new firms try to enter the market and no new firms leave the market, or no firms leave the market, or no new firms enter to the market. MC is equal to AC is equal to MR is equal to AR എന്ന് പറയുന്ന കണ്ടീഷൻ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? Or we can wind up the session. So next സെഷനിൽ നമുക്ക് എന്ത് ചെയ്യാം,
മൊണോപ്പൊളിയുടെ കാര്യം, മൊണോപ്പൊളിയുടെ കേസ് നോക്കാം. ഓക്കെ, hope everyone are fine. നൈമ, സഫ്ന, സിവ, ഹർഷാന, ഫെബിന. Okay na sir. ഓക്കെ, സഫ്ന. ഓക്കെ, സിവ. ഹർഷാന. ഓക്കെ, സോ താങ്ക് യു. Thank you sir. താങ്ക് യു, താങ്ക് യു നൈമ.